ഓം 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 കർപ്പണ്യോർസോ ഭഗത സ്വഭാവക പൃച്ഛാമ തന്മസ്മൂഢേതക ശ്രേയസ്യാനിസ്ഥിതം പുരോഹിതന്മേ ശിഷ്യസേഹം ശാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ സകല ജീവികളുടെയും സുഖദുഃഖങ്ങളെ ആത്മസാദൃശ്യം കൊണ്ട് ആരാണോ തൻ്റേതെന്ന പോലെ തുല്യമായി കാണുന്നത് ആ യോഗി ഉത്തമനാണെന്ന് ആണ് എൻ്റെ അഭിപ്രായമെന്ന് ഭഗവാൻ പറഞ്ഞു. തൻ്റെ ആത്മാവും സർവഭൂതാത്മാവും ഒന്നാണെന്ന് അറിയുന്ന യോഗി ഏതൊരു ജീവിയുടെ സുഖദുഃഖങ്ങളുടെയും തൻ്റേതായിട്ടേ കരുതുകയുള്ളൂ. അത് അനുഭവസഹിതം ഞാൻ വിശദീകരിച്ചതാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൊരു സംശയം. മനസ്സാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോൾ ഈ മനസ്സിനെ അടക്കിയാലേ ബുദ്ധി ഉറക്കൂ, ബുദ്ധി ഉറച്ചാലേ ആത്മശക്തി ഉണരുകയുള്ളൂ. അതാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ ആത്മബോധം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബാക്കി ആ സോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. യഥാർത്ഥത്തിൽ ആത്മബോധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ശക്തിയും ഏതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് കർമ്മേന്ദ്രിയങ്ങളുടെ ശക്തി ആയിക്കോട്ടെ, ജ്ഞാനേന്ദ്രിയങ്ങളായിക്കോട്ടെ, മനസ്സിൻ്റെ ആയിക്കോട്ടെ, എല്ലാ പ്രാപഞ്ചികമായിരിക്കുന്ന എല്ലാ ശക്തികൾക്കും സോഴ്സ് ആത്മശക്തിയാണ്. അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമല്ല. അഹം ബോധം, ഞാൻ അഹം ബ്രഹ്മാസ്മി, അഹം ആത്മാ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം എത്തണം എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൊരു സംശയം. യോയം യോഗസ്ഥയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതം സ്ഥിതിയും ചിര. അർജുനൻ പറഞ്ഞു, മധുസൂദന, ഹേ കൃഷ്ണ, സാമ്യേന യ അയം, സമത്വ ബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായിരിക്കുന്ന യോഗ ത്വയാ പ്രോക്ത, ഈ യാതൊരു യോഗം അങ്ങേ പറയപ്പെട്ടുവോ, ഏതസ്യ സ്ഥിരാം സ്ഥിതിയും, ഇതിൻ്റെ സ്ഥിരമായ നിലനിൽപ്പിനെ ചഞ്ചലത്വാൽ അഹം ന പശ്യാമ, മനസ്സ് ചാഞ്ചല്യത്താൽ മനസ്സിൻ്റെ ചാഞ്ചല്യത്താൽ ഞാൻ കാണുന്നേയില്ല. ഇതിൻ്റെ സ്ഥിരമായിരിക്കുന്ന നിലനിൽപ്പിനെ മനസ്സ് ചഞ്ചലമായതിനാൽ എനിക്ക് കാണുന്നേയില്ല എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അല്ലയോ അർജുന, അല്ലയോ കൃഷ്ണ, സമത്വ ബുദ്ധി കൊണ്ട് പ്രാപിക്കേണ്ടതായിരിക്കുന്ന യോഗമാണ് അങ്ങ് ഉപദേശിച്ചത്. മനസ്സ് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ലാത്തതിനാൽ ഈ യോഗം സ്ഥിരമായിട്ട് നിൽക്കുമോ എന്ന് മനസ്സിൻ്റെ ചാഞ്ചല്യം മൂലം ഞാൻ സംശയിക്കുന്നു. മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ലാത്തതിനാൽ ഈ യോഗം സ്ഥിരമായിട്ട് നിൽക്കുമോ? മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ബുദ്ധി ആത്മബോധവും സ്ഥിരമായിട്ട് നിൽക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ലതാണ്. അതും നമുക്കൊക്കെ അറിയാം. മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന സംഗതിയല്ല. അത് കുരങ്ങിൻ്റെ കൂട്ട് ചാടിക്കളിച്ചുകൊണ്ടേയിരിക്കും. ഈ യോഗം സ്ഥിരമായിട്ട് നിൽക്കുമോ? മനസ്സിനെ അടക്കണം, മനസ്സിനെ ഒതുക്കണം, മനസ്സിനെ ഏകാഗ്രമാക്കണം, ബുദ്ധിയെ ഉറപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ മനസ്സാണ് എല്ലാത്തിനും കാരകനായിട്ട് നിൽക്കുന്നതെങ്കിൽ ഈ മനസ്സടങ്ങാതെ ബാക്കി ഒന്നും നമുക്ക് പ്രാപ്യമല്ല. അപ്പം ഈ മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ലതാണ്. അതിൻ്റെ സ്വഭാവം കൊണ്ട്, ജന്മസിദ്ധമായ സ്വഭാവം കൊണ്ട് തന്നെ അതെപ്പോഴും ചലനാത്മകമാണ്.
അതുകൊണ്ട് ഈ യോഗം സ്ഥിരമായിട്ട് നിൽക്കുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് തോന്നിപ്പോകുന്നു. മാത്രമല്ല ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹി മന ചഞ്ചലം എന്തെന്നാൽ മനസ്സ് ചഞ്ചലവും പ്രമാദി ബലവദൃഢം മതിക്കുന്നതും ശക്തിയുള്ളതുമാണ്, ദൃഢവുമാണ്. ഹേ കൃഷ്ണ അസ്യ നിഗ്രഹം, അല്ലയോ കൃഷ്ണ, മനസ്സിന്റെ നിയന്ത്രണം, നിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്ന നിയന്ത്രണം, വയോ ഇവ സുദുഷ്കരം, കാറ്റിന്റെ നിയന്ത്രണത്തെ എന്ന പോലെ വളരെ പ്രയാസമുള്ളതെന്ന് അഹം അന്യേ ഞാൻ ചോദിക്കുന്നു. എന്തെന്നാൽ മനസ്സിളകിക്കൊണ്ടിരിക്കുന്നതും ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതുമാണ്, മതിക്കുവാൻ ശക്തിയുള്ളതുമാണ്, വിഷയങ്ങളോട് ദൃഢമായി പറ്റി നിൽക്കുന്നവയുമാകുന്നു. അതുകൊണ്ട് ഏത് വിഷയങ്ങളിൽ രമിക്കുന്നുവോ ആ വിഷയങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പം അതുകൊണ്ട് മനസ്സിനെ അടക്കി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ തടയുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് അർജുനൻ പറയുന്നത്. ഇപ്പോൾ നമുക്കും അറിയാം, മനസ്സാണ് എപ്പോഴും ചാടിക്കളിക്കുന്നത്, മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. ആ മനസ്സടങ്ങാതെ നമുക്ക് ഒരിക്കലും ശാന്തി സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. മനസ്സിൻ്റെ പ്രഭാവം, അതിൻ്റെ സ്വഭാവം തന്നെ ചഞ്ചല. കാറ്റടിക്കുന്ന പോലെ കാറ്റത്ത് ജലത്തിൽ കിടക്കുന്ന തോണി ഇളകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണോ വിചാരിക്കണ്ടെന്ന് വിചാരിക്കുന്നത് അത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ മനസ്സ് പ്രവർത്തിക്കും. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിനെ എവിടെ വേണേലും വിടാം, അത്രയ്ക്ക് ശക്തി ഉണ്ട്. കാരണം ഒരിടത്തും ഒതുക്കിയാൽ ഒതുങ്ങുന്നാൽ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് ചാടിപ്പോകും. അതുകൊണ്ട് അതിൻ്റെ ശക്തി അപാരമാണ്. തരും ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതാണ്, ശക്തിയുള്ളതാണ്, വിഷയങ്ങളോട് ദൃഢമായി പറ്റി ചേർക്കുന്നത് ഈ മനസ്സാണ്. അതുകൊണ്ട് കൃഷ്ണ, മനസ്സിനെ അടക്കി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ നിരോധിക്കുന്നത് പോലെയല്ലേ, കാറ്റിൻ്റെ ഗതിയെ നിർത്തുന്നത് പോലെയല്ലേ, അതേപോലെ വളരെ ദുഷ്കരമാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അർജുനൻ പറഞ്ഞു. അപ്പം മനസ്സിനെ അടക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം. നമ്മൾ വ്യാപരിക്കുന്ന മനസ്സിനെ ഒരിക്കലും നശിക്കാത്ത ശക്തിയിലേക്ക് എത്തിക്കണം. അതിന് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഭൗതികതയിൽ രമിക്കാനുള്ള ഇച്ഛ ആരും ഉണ്ടാക്കി തരുമൊന്നും വേണ്ട, അത് ജനിച്ചപ്പോൾ മുതലുണ്ട്. അതിനെ കുറച്ച് ഒതുക്കിയിട്ടേ നമുക്ക് ഈ നിയന്ത്രണങ്ങളുടെ ഇല്ലെങ്കിൽ ഈ വസ്തുക്കളുടെ ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നാലെ പോകാതിരിക്കും. അതുകൊണ്ട് ആ അവസ്ഥയിൽ ഈ മനസ്സിനെ ഈശ്വരിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതാണ് ദുഷ്കരവും. അതിന് ഭഗവാൻ എന്താ പറയണേ? അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ഗ്രഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹു ആയിരിക്കുന്ന അർജുന, കൗന്ദേയ, ഹേ വീരനായിരിക്കുന്ന, മഹാബാഹു എന്ന് പറഞ്ഞാൽ വീരശൂര പരാക്രമി, ഇല്ലെങ്കിൽ അതുപോലെ വീരനായിരിക്കുന്ന അർജുന, മതനുഗ്രഹം ചലം, മനസ്സ് അടക്കാൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണ്, സംശയമൊന്നുമില്ല. അസംശയം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ മനസ്സ് അടക്കാൻ കുറച്ച് അത് ചഞ്ചലമാണ് എപ്പോഴും. അതുകൊണ്ട് നീ പറഞ്ഞത് വളരെ ശരിയാ. ഭഗവാൻ ആദ്യം നമ്മൾ കുറച്ച് താതാത്മ്യഭാവം ഇല്ലേ, സമഭാവം ഭഗവാനും നമ്മളുമായിട്ടുണ്ടായാൽ പിന്നെ
ഭഗവാൻ എന്താണോ മനസ്സ് വിചാരിക്കുന്നത് അത് നമ്മൾ പറയും, നമ്മൾ എന്താണോ മനസ്സ് വിചാരിക്കുന്നത് അത് ഭഗവാൻ സമ്മതിക്കുകയും ചെയ്യും. ഈ തന്മയീഭാവം നമ്മുടെ സ്വഭാവം അതുപോലെ. ഈ ഭക്തിയുടെ ലെവലിൽ നമ്മുടെ മനസ്സ്, ഇപ്പോൾ കുടുംബത്തിൽ 2 പേരുണ്ടെങ്കിൽ കുടുംബം ഇമ്പുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ മനസ്സിൻ്റെ സ്ഥിതി ഭക്തി കൊണ്ട് ഒരേ ലെവലിലെത്തിയാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം മറ്റയാൾ പറയും. നമ്മൾ ആവശ്യം ഉള്ളത് പറയേണ്ട കാര്യമില്ല, പറയാതെ തന്നെ ആ വ്യക്തി നമ്മുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും സഹധർമ്മം എന്ന് പറയുന്നത്. ആ സഹധർമ്മം യഥാവിധി അനുസരിക്കുന്നതിൻ്റെ മനസ്സ് രണ്ടും ഒരുപോലെ ആകണം. രണ്ടായി നിൽക്കുന്ന മനസ്സ് ഒരേ ഭാവത്തിലേക്ക് എത്തണം. അതിന് സോഴ്സ് എന്താ? 2 പേരുടെയും ഭക്തി ഈശ്വരിലായാൽ, ആ 2 പേരുടെയും ഭക്തിയുടെ ലെവല് ഒരേപോലെ ആയാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിനും സമഭാവം ഉണ്ടാവും. ചിന്തിക്കുന്നതും പറയുന്നതും ഗസ് ചെയ്ത് പറയുന്ന പോലും ശരിയായിരിക്കും. ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പം ഭക്തിയുടെ ആ ഒരു പ്രഭാവം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശ്രീമതിയും 2 നേരമൊക്കെ ഞാനവിടെ ഇല്ലെങ്കിലും ജപിക്കുകയൊക്കെ ചെയ്യും. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കണം, എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് പൈസ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ എന്താണോ വിചാരിച്ചത് ഇല്ലേ മനസ്സിൽ തോന്നിയത് അത് ശ്രീമതി പറയും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിൽ പോലും മനസ്സ് ഒരേപോലെ ആകണം. ഭക്തിയുടെ പ്രഭാവം കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവിടെയാണ് കൂടുമ്പൊളിമ്പുണ്ടാകുക. അതില്ലാതിരിക്കാനുള്ള കാരണം മനസ്സ് ചഞ്ചലമായാൽ നമുക്ക് ഈ ഏകാഗ്രത കിട്ടില്ല, ഒരു കാര്യത്തിലും ഏകാഗ്രത കിട്ടില്ല. അപ്പം നമുക്ക് ഈ ഭൗതിക വിഷയങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ഇഷ്ടമുള്ളത് പിന്നെ ഇഷ്ടമല്ലാതെ വരാം. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട് താൻ. ഒരു 50% നമ്മുടെ സ്വഭാവമൊക്കെ ഈശ്വരൻ്റെ സ്വഭാവമുണ്ട്. ആ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈശ്വരൻ്റെ ഭാവത്തിലേക്ക് നമ്മൾ എത്ര പേര് എത്തുന്നോ അവരുടെയൊക്കെ സ്വഭാവവും ഭാവവും ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ ഒരേപോലെ ആയിട്ട് മാറും. അതാണ് മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം. അവിടെയാണ് ആത്മബോധത്തിലായിരിക്കും പരസ്പരം ബന്ധം. അതുകൊണ്ടാണ് ബോധയന്ത പരസ്പരം എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അർജുൻ എന്താണോ പറഞ്ഞത് അത് ഭഗവാൻ സമ്മതിച്ചു. അതാണ് ഒരു ഭക്തരെ മനസ്സിലാക്കിയാലുള്ള ഗുണം. ആദ്യം നീ പറഞ്ഞത് വളരെ ശരിയാണ്, ഇല്ലെങ്കിൽ അതല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഈ ഭക്തിയുടെ ഒരു ഭാവം ഇല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ മനസ്സിനെ അടക്കാമെന്നൊക്കെ ചിലർ തർക്കിക്കുകയൊക്കെ ചെയ്യും. ഭഗവാന്റെ സ്വഭാവമല്ല. നമ്മളെന്താണോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഗതി മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് പറയുകയാണെങ്കിലും പറയുള്ളൂ. അപ്പോൾ അർജുനൻ പറഞ്ഞത് എന്താണോ അത് സമ്മതിച്ചു. അപ്പോഴാണ് നമുക്കിപ്പോൾ എന്ത് അഭിപ്രായം നമ്മളെ പറയുന്നത്, നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നമ്മൾ അഭിപ്രായം പറയുന്നത് അത് പ്രതിയോഗി സ്വീകരിച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ട്. അത് അവർ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകും. അതല്ലാതെ ഉപരിപ്ലവമായിട്ടാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം, അതിന് മറ്റുള്ളവരും കൂടെ സഹകരിക്കണം. അത് ന്യായമോ അന്യായമോ ആയാലും വേണ്ട, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ അവിടെ സ്പർദ്ധ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരുന്നാലോ അവിടെ ഭക്തിയുടെ പ്രഭാവം മനസ്സ് സമാനതയിലേക്ക് സമഭാവത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് സോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കുടുംബത്തിൽ 1-2 പേരുണ്ടെങ്കിൽ എല്ലാവരും ഭക്തിയുടെ ഭാവം ഇതിപ്പോൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുക, ഒരു പൂജയാണെങ്കിലും എന്താണേലും ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ഒന്നിച്ചായി മാറും. ഇത് വലിയൊരു രഹസ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് എല്ലാവരും മനസ്സിലാക്കാറില്ല. കാരണം മനസ്സിലാക്കിയാൽ പിന്നെ കുടുംബം നന്നാവുമല്ലോ, യാതൊരു പ്രശ്നവുമില്ല. അത് അവരവരുടെ സ്വഭാവം അനുസരിച്ച് ഇഷ്ടാനുസരിച്ച് കൊണ്ടുപോകുക. അതിനാണ് പണ്ടുള്ള ഒരു സിസ്റ്റം തന്നെ നിർബന്ധ ബുദ്ധിയാലായാലും ഒരു ട്രഡീഷൻ, ഇന്ന സമയത്ത് ചെയ്യണം, എല്ലാവരും കൂടിയിരുന്ന് ചെയ്യണം എന്നൊക്കെ ഒരു നിർബന്ധമൊക്കെ വച്ചിരുന്നത്. വൈകുന്നേരം എല്ലാവരും കൂടിയിരുന്ന് നാമം ജപിക്കണം, നാമം ജപിച്ചാലേ കഞ്ഞി കൊടുക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദിവസത്തിൽ ഇഷ്ടം പോലെ നടന്നോളൂ, പക്ഷെ ഒരു നേരമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കൂടിയിരുന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചാൽ ഇവിടെയാണ് മനസ്സിൻ്റെ സമാനത ഉണ്ടാക്കുക. നമ്മളൊരു ആരെങ്കിലും ദിവ്യനായാലും ഒരു മഹാത്മാവിനെ വിളിച്ചിട്ട്, ഒരു ബ്രാഹ്മണനെ വിളിച്ചിട്ട്, ഒരു തന്ത്രിയെ വിളിച്ചിട്ട് ഒരു പൂജ നടത്തിയാൽ തന്നെ അവസാനം ഒന്നുമില്ലേലും അതെങ്കിലും സംഭവിക്കണ്ടല്ലോ എന്ന് ഞാൻ പറയാം. ആ പൂജയുടെ സമയത്ത് ശരിക്കും കുടുംബത്തിൽ എല്ലാവരും 100% അവിടെ
ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് 100% അറ്റൻഡ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അവസാനം എന്താ, ബാക്കി എന്തായാലും ഈ പൂജയുടെ തിരക്കും വന്നവർക്ക് ചായ കൊടുക്കൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്ക കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തോടെ ആയിരിക്കും ഓരോരുത്തർ. അവസാനം ഒരൊറ്റ അനൗൺസ്മെൻ്റ് ആണ്, പൂജ കഴിയാറായിട്ടോ എല്ലാവരും തൊഴാൻ വന്നോളൂ എന്ന് പറയുമ്പോഴേ അന്നേരം തന്നെ ചിലർ സ്ലിപ്പാവും. അന്നേരമെങ്കിലും എല്ലാവരും ഒന്ന് വരണ്ടേ, ആ സമയത്തും ചിലപ്പോൾ കിട്ടില്ല എല്ലാവരും. ഇതൊക്കെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അവിടെ പോലും നമുക്ക് സഹധർമ്മ ഭാവം വരുന്നില്ല എന്നർത്ഥം. എന്താ കാരണം, എല്ലാവർക്കും ഭക്തിയുടെ ഒരു ലെവലാണെങ്കിൽ യാതൊരു സംശയമില്ല. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കുടുംബത്തിലൊരു പൂജ നടത്തുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ആ ഹോമം കഴിയുന്നവരെ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. അവിടെ ഇരുന്നോളണം, പണ്ഡിജിയുടെ സ്ട്രിക്റ്റാ. അപ്പൊ ബാക്കി മക്കളും കുടുംബത്തിലുള്ള അംഗങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്ന് നിൽക്കും. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ചെയ്തോളണം, ഇല്ലേ അത് കഴിഞ്ഞിട്ടേ പാടുള്ളൂ. ഈ പൂജ കഴിയാതെ എണീക്കരുതെന്ന് നിർബന്ധമായിട്ട് പറയും. അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ തന്നെയില്ല. കാരണം അവസാനം പൂജ കഴിയാറെ ആർത്തിൻ്റെ സമയം എല്ലാവരും വരും എന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് എല്ലാവരും അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ ഇല്ല, പല സ്ഥലത്തും അതെ. അമ്പലത്തിലാണേലും അതെ. ദീപാരാധന സമയത്ത് പോലും അവിടെ നിന്ന് നട അടച്ചാൽ നാമം ജപിക്കണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം കേൾക്കില്ല, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അന്നേരമായിരിക്കും വേറെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. സന്ധ്യാസമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. 6 മണി തൊട്ട് 7 മണിയുള്ള സമയം ഒരു 15 മിനിറ്റെങ്കിലും ഒരു സഹസ്രനാമം ജപിക്കുമെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് ജപിച്ചുകൂടെ? അത് പറയാൻ മാത്രമേ പറ്റുള്ളൂ, നടക്കില്ല. കൂട്ടിയാൽ കൂടണ്ടേ. കലിയും കൂടെ ആകുമ്പം എന്താണോ ചെയ്യാൻ പാടില്ലാത്ത ആ സമയത്ത്, സന്ധ്യാസമയത്ത് അതായിരിക്കും ചെയ്യുക. അധിക സ്ഥലത്തും ഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടത്ത് മാത്രമല്ല, എൻ്റെ വീട്ടിലടക്കം സന്ധ്യയ്ക്കായിരിക്കും ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുമെന്നുള്ള പേടി കുട്ടി. എന്നിട്ടോ മുഖം കഴിക്കോ ഇല്ലെ മേല് കഴിക്കോ ഒക്കെ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ചിലർ അത്താഴവും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പായിരിക്കും മേലെ കഴിക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതെ ഒരു ട്രഡീഷൻ പാലിക്കുക എന്ന് പറയുന്ന കാരണന്മാർ പറഞ്ഞേക്കണത് ഇന്നത്തെ തലമുറ അതിന് ട്രഡീഷൻ പാലിക്കില്ല. അതാണ് ഓരോ കാരണം പറഞ്ഞിട്ട് സ്ലിപ്പാവും. അവരവർക്ക് എന്താ തോന്നിയാൽ അതേ ചെയ്യുള്ളൂ. അവിടെ കോർഡിനേഷൻ ഇല്ല എന്നർത്ഥം. അതെന്തുകൊണ്ടാണ് സാധിക്കുക? അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേന ചഗ്രഹ്യത. ഭഗവാൻ പറഞ്ഞു, മഹാബാഹോ, ഈ വീരനായ അർജുന, ഈ മനസ്സ് നീ പറഞ്ഞത് വളരെ ശരിയാണ്. മനസ്സടക്കം പ്രയാസമുള്ളത് ചഞ്ചലവുമാണ്, അതിൽ സംശയമൊന്നുമില്ല. അസംശയം. മനസ്സിനടക്കാനും പ്രയാസമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ തു അഭ്യാസേന, എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വൈരാഗ്യേന ചഗ്രഹ്യതേ, കൊണ്ട് പിടിച്ചടക്കാൻ സാധിക്കുകയും ചെയ്യും. ഭഗവാൻ ആദ്യം പറഞ്ഞു, മനസ്സിനെ അടക്കൽ പ്രയാസമാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ വേണമെന്ന് വെച്ചാൽ സാധിക്കൂട്ടോ. അതെങ്ങനെയാ? അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേന ച ഗ്രഹ്യതേ. ഹേ മഹാഭാഗുവായ അർജുന, മനസ്സ് അടക്കി നിർത്താൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എങ്കിലും ക്രമമായ അഭ്യാസം കൊണ്ട് വിഷയങ്ങളിലുള്ള അനാസക്തി കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു വൈരാഗ്യം ഉണ്ടാകുക ഇല്ലെങ്കിൽ അഭ്യാസം എന്ന് പറയണതാണ് ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പം സന്ധ്യാസമയം എന്ന് പറയുന്നത് രാവിലെ ഇപ്പം നേരത്തെ ആരും എണീക്കുന്നില്ല. സന്ധ്യാസമയത്ത് മിക്കവാറും ബാക്കി എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു 15 മിനിറ്റെങ്കിലും, 1 മണിക്കൂറെന്ന് ഞാൻ പറയാം. 6 മണി തൊട്ട് സൂര്യാസ്തം, ഏറ്റവും കൂടുതൽ ആസൂര്യഭാവം ഉള്ളത് 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയമാണ്. ഇതിനിടയ്ക്ക് ആ കേരളത്തിലെ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട്, അല്ലെ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ചുകൊണ്ട് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കായിരിക്കും സൂര്യൻ അസ്തമിക്കുക. ഇതിന് അരമണിക്കൂർ മുമ്പും അരമണിക്കൂർ പിൻപും ആണ് ഏറ്റവും കൂടുതൽ ആസുരീഭാവം. ഏകദേശം 1 മണിക്കൂർ സമയമാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ തമസിൻ്റെ ആധിക്യമുള്ളത്. അതുകൊണ്ടാണ് പൂർവികര് ഇതൊരു അഭ്യാസമായിട്ടൊരു ട്രഡീഷൻ ആയിക്കൊണ്ട് ഈ 1 മണിക്കൂർ നേരം വിളക്ക് വെച്ച് കഴിഞ്ഞാലെങ്കിലും പിന്നെ
രോമം കാണാൻ പറ്റാത്ത അവസ്ഥ വരെ, അതാണ് ഇരുട്ടാകുന്നതിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായത് നമ്മുടെ ശരീരത്തിലെ രോമം കാണാൻ പറ്റാതിരിക്കുക, വിളക്കൊന്നും ഇല്ലെങ്കിൽ. ഒരു അന്ന് പണ്ടങ്ങനെയാണ് കണക്കാക്കിയത്. രാവിലെ എഴുന്നേൽക്കുന്നതാണെങ്കിലും കുളിക്കാൻ പോകുന്നത് കുളത്തിലോ തോട്ടിലോ ആണെങ്കിൽ തന്നെ രോമം കാണാറായാൽ പോകാമെന്നാണ് പറയുക. കാരണം കുറേശ്ശെ വെളിച്ചം കാണാൻ തുടങ്ങും, അത് അർത്ഥമാക്കുന്നുള്ളൂ. ഇന്നിപ്പം ഇരുട്ടാകലയില്ല, കാരണം രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടേക്കുക. പിന്നെ എങ്ങനെയാ? ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി കാലം മുഴുവൻ പകലാണ്. അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിഫൻസിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്തോളണം. ലൈറ്റ് ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് എന്താവശ്യം ഉണ്ടെങ്കിലും വേണ്ട ഓഫ് ചെയ്തോളണം. ഇല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും ഇൻസ്ട്രക്ടേഴ്സ് വന്നിട്ട്. നമ്മുടെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരു ലൈറ്റ് ഓഫ് ടൈം? അപ്പം പണ്ടുള്ളവർ ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു. അത് കഴിയാതെ കഞ്ഞിയോ അത്താഴോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പ് 7:30 മുമ്പൊക്കെ തരാറുണ്ട്. അത് ഈ നാമജപം കഴിയാതെ തരില്ല. അങ്ങനെ ഒരു ട്രഡീഷൻ നമ്മൾ പാലിച്ചിരുന്നു. അതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അഭ്യാസം. ആ സമയത്ത് ബാക്കിയുള്ളതെല്ലാം ത്യജിക്കലാണ് വൈരാഗ്യം. മറ്റ് ഭൗതിക കാര്യങ്ങൾ, ഇപ്പോൾ സീരിയലും സിനിമയൊക്കെ വന്നതിന് ശേഷം ആ കൃത്യസമയത്ത് ആ സന്ധ്യാസമയത്തായിരിക്കും അതിൽ ലയിച്ചിരിക്കുക. അപ്പോൾ വിളക്ക് വയ്ക്കാൻ മറന്നുപോകും. അപ്പോൾ അതിനെ ത്യജിക്കലാണ് വൈരാഗ്യം. അതിനോട് ആ സമയത്ത് ബാക്കിയുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് നിരന്തരം ചെയ്യുകയാണെങ്കിൽ അത് അഭ്യാസമായി. ദിവസവും ചെയ്യാൻ സാധിച്ചാൽ അത് നിത്യനൈമിത്യ കർമ്മത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത അഭ്യാസമായി. അങ്ങനെ ചെയ്താൽ ഈ മനസ്സിനടക്കാൻ സാധിക്കുന്ന ഭഗവാൻ പറഞ്ഞത്. ഇനി അത് ചെയ്തില്ലെങ്കിലോ? അസംയഥാത്മാന യോഗ ദുഷ്പ്രാപൈതിമേ മതി വൈശ്യാത്മനത്തു യഥാശക്തോ വ്യാപ്തമുപായതി. ആ അസംയഥാത്മാന യോഗ, മനസ്സിനെ കീഴടക്കാൻ ആകാത്തവൻ, ഈ പറയുന്ന അഭ്യാസം ചെയ്യാത്തവൻ, ആ കുറച്ച് സമയത്തേക്കെങ്കിലും ബാക്കിയുള്ള വിഷയങ്ങളെ സാധിക്കാതിരുന്നാൽ ദുഷ്പ്രാപ ഇതിമേ മതി, ഈ യോഗം ഒരിക്കലും പ്രാപ്യമാകുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വിച്ചിട്ട കാര്യം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അഭ്യാസമൊന്നും നിത്യ നൈമിത്യ കർമ്മം ഈ ട്രഡീഷൻ അനുസരിച്ചുകൊണ്ട് ചെയ്യാതിരുന്നാൽ അവർക്ക് ഒരിക്കലും എത്ര ജന്മം എടുത്താലും ഈ യോഗം പ്രാപ്യമല്ല എന്ന് ഭഗവാൻ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ട്രഡീഷൻ പാലിക്കണില്ല. അതുകൊണ്ട് ഉത്തരം ക്ലിയർ കട്ടാണ്. അപ്പം അതുകൊണ്ട് എന്നാൽ മുമ്പ് പറഞ്ഞ ഉപായങ്ങളിൽ അഭ്യാസവും വൈരാഗ്യവും എന്നിവയിൽ പ്രയത്നിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് യോഗസിദ്ധി കൈവരിക്കാനും സാധിക്കും. രണ്ടും പറഞ്ഞു ഭഗവാൻ. ആർക്കാണോ സാധിക്കാത്തത്, ആർക്കാണോ സാധിക്കുന്നത്. നിത്യയുക്തമായിട്ട് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ഈ ട്രഡീഷൻ, ഈ ഒരു അഭ്യാസം കാരണവന്മാരായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ ഒരു നേരമെങ്കിലും ഞാൻ പറയാറുള്ളൂ. ഞാൻ എന്ന് മുതൽ ഗീത പറയാൻ തുടങ്ങിയിട്ടുണ്ടോ, എവിടെ വേദി ചെന്നാൽ പോലും, ഏത് വേദി ചെന്നാലും ഞാൻ അവസാനം അവരോട് പറയാറുള്ള ഒരൊറ്റ ദക്ഷിണ എനിക്ക് വേണ്ടു നിങ്ങളുടെ കയ്യിൽ നിന്ന്. നിങ്ങൾ കുടുംബത്തിൽ ഒരാളെങ്കിലും ഒരു നേരമെങ്കിലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കൂ. അതാണ് എനിക്ക് ദക്ഷിണയായിട്ട് വേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്താ? ഈ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ ചെയ്താൽ അവിടെ ഭഗവാൻ പ്രസാദിക്കും. കലിയുഗമായതുകൊണ്ട് കലി ബാധിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ ഗുണമുള്ളൂ, നാമസങ്കീർത്തനം എസ് സർവഭാവ. സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഒരാളെങ്കിലും ജപിച്ചാൽ മതി, ആ കുടുംബം രക്ഷപ്പെടും. കൂട്ട യോജിക്കാത്തവരും ചോദിക്കും തന്നെ. കാരണം ഒരാൾ ഉണ്ടായ അവിടെ ആ കുടുംബത്തിൽ കലി ബാധിക്കില്ല. അവരിഞ്ഞ് പുറത്തു പോയിട്ട് കലി ബാധയപ്പെട്ടാലും വേണ്ട, കുടുംബത്തിലേക്ക് കയറി വന്നോ പിന്നെ അവർക്ക് ഈ കലിയുടെ ബാധ നേടൽ പോലും ബാധിക്കില്ല. കാരണം അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആകും. ദിവസവും നിങ്ങൾ ഒരിടത്തിരുന്നുകൊണ്ട് നാമം ജപിച്ചാൽ, ഒരു വിളക്ക് കത്തിച്ചോളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലെ വിളക്ക് കടാതിരുന്നാൽ മതി. കാരണം വിളക്ക് കത്തിച്ചാലും അതും ഒരു പണിയാണ്. കാരണം അതിൽ വിളക്ക് എണ്ണ നോക്കണം, തിരി നോക്കണം, വിളക്ക് ദിവസവും തേച്ച് വഴക്കി വെക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചില ഡ്യൂട്ടീസൊക്കെ ഉണ്ട്, അതും കൂടെ പാലിക്കണം.
അതൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ. പക്ഷേ നമ്മൾ മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ അതും കൂടെ ഒരു ഭാരമായിട്ട് ഒരു പണിയായിട്ട് തീരും എന്നർത്ഥം. അതൊന്നും ആവശ്യമില്ല. മനസ്സിലെ വിളക്ക് കെടാതിരുന്നാൽ പിന്നെ ഈ കത്തിച്ചു വയ്ക്കുന്ന വിളക്കിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മുടെ മനസ്സിനെ വിളക്ക് ദീപം പ്രകാശിതമാക്കാൻ വേണ്ടിയിട്ട് ആ പുറത്തൊരു ദീപത്തെ നമ്മൾ ഉപാധിയായിട്ട് സ്വീകരിക്കാമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഉപാധിയിലൂടെ അല്ല. ഉപാധി നമുക്ക് മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപാധിയുടെ മാധ്യമത്തിലൂടെ നമുക്ക് മാർഗത്തിലേക്ക് എത്താന്നേ ഉള്ളൂ. സിദ്ധി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉള്ളിൽ ആത്മബോധം ഉണ്ടാക്കണം. അതിനുള്ള പുറമേയുള്ള ഈ കാട്ടിക്കൂട്ടലൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒന്നിൽ, അതൊരു അഭ്യാസമാണ്. ദിവസം ഓരോരുത്തർ വിളക്കെത്തിക്കുക, കുറച്ച് നേരം ജപിക്കുക, അല്ലെ പൂജ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു അഭ്യാസമാണ്. ആ സമയത്ത് ചെയ്യുമ്പോൾ ബാക്കി വിഷയങ്ങൾ വിട്ടാൽ അത് വൈരാഗ്യമായി. ഇതെങ്ങനെ സാധിക്കുക എങ്ങനെ സാധിക്കുക എന്നുള്ളതില്ല. ബാക്കി വിഷയങ്ങൾ വിട്ടിട്ട് ഈശ്വരനെ മാത്രം വിചാരിച്ചിരുന്നാൽ, അത് നിത്യമായിട്ട് ചെയ്താൽ, അത് തുടരെ ചെയ്താൽ അത് അഭ്യാസമായി. ആ ചെയ്യുന്ന സമയത്ത് ബാഹ്യമായ ബാക്കിയുള്ള ഭൗതിക വിഷയങ്ങളൊക്കെ വിട്ടിട്ടാ ചെയ്യണേ എന്നുണ്ടെങ്കിൽ അതാ വൈരാഗ്യമായി. മനസ്സിൽ പോലും ബാഹ്യ വിഷയങ്ങൾ ആ സമയത്ത് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതാണ് ശരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നാ പറഞ്ഞത്. കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ക്ലേശിക്കാനാണ്. പിന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആ സമയത്ത് അജപാജപത്തിലേക്ക് ഒത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നാമം ജപിക്കുന്ന ആളായിട്ട് മാറും. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കോ ശ്രദ്ധിക്കാതിരിക്കോ. കാരണം വളരെ നമ്മൾ സൈലന്റ് ആയിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാതെ നാമം ഇങ്ങനെ പൊങ്ങി തിളച്ച് മറിഞ്ഞു വരും. അതാണ് അജപാജപം എന്ന് പറയുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തണ്ടേ. അതൊരു പാക്കേജാണത്. ആ ലെവലിൽ എത്തുന്ന വരെ ഈ അഭ്യാസവും ബാഹ്യ വിഷയങ്ങളിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തെങ്കിലും ബാക്കിയുള്ള വിഷയം വിട്ടിട്ട് ചെയ്യണം. നിങ്ങൾ ഇൻഡിവിജ്വലി ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയിട്ട് ചെയ്യാനൊന്നും ആദ്യം ശ്രമിച്ചേക്കരുത്. നിങ്ങളുടെ കാര്യം കൂടെ ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വലി ചെയ്യുക. ഇൻഡിവിജ്വലി യഥാർത്ഥത്തിൽ നമുക്ക് മോക്ഷവും കിട്ടുള്ളൂ. നമ്മളൊക്കെ വന്നത് ഒറ്റയ്ക്കാണ് ഈശ്വരിലേക്ക് പോകാനും പറ്റും. എത്ര കൂട്ടുപിടിച്ചാലും ആരെയും ഒപ്പം കൊണ്ടുപോകാൻ സാധ്യത. അത് ഭഗവാൻ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഉദ്ധവരോട് പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ആർക്കും ആരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ആരുടെയും കൂടെ അല്ല വന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. അർജുനൻ പറഞ്ഞത് എന്താണോ അത് ശരിയാണ്. എന്നാൽ ആരാണോ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അഭ്യാസം നടത്തുകയും ബാഹ്യ വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാക്കുകയും ചെയ്താൽ, അതിനു വേണ്ടിക്കാതെ അഭ്യാസം ചെയ്യണമെങ്കിലും വൈരാഗ്യം ഉണ്ടാക്കണമെങ്കിലും ബാഹ്യ വിഷയങ്ങൾ വൈരാഗ്യം ഉണ്ടാക്കണമെങ്കിലും അതിന് പ്രയത്നം വേണം. അതിനു വേണ്ടി ശ്രമിക്കണം. നിരന്തരം ലക്ഷ്യം തീരുമാനിക്കുക, കർമ്മം അനുഷ്ഠാനങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അത് ചെയ്യുമ്പം ശുദ്ധി വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഉറയ്ക്കാൻ പറ്റുള്ളൂ. ആ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് സുഖവും ദുഃഖവും ഒക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് വന്നാലും അവിടെ നിന്ന് തളരാതെ, അതിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുകയും വേണം. അപ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തൂ. പിന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയൊക്കെ ഭഗവാൻ നൽകും. അടുത്ത സ്റ്റെപ്പൊക്കെ തന്നെ വന്നോളും. നമ്മളിതൊന്നും ബലം പിടിച്ച് എനിക്ക് ഇന്നത് വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ പോസിറ്റീവ് എനർജിയൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഇരുട്ടത്ത് ഒരു വിളക്ക് അവിടെ പ്രകാശിച്ചാൽ പിന്നെ ഇരുട്ടിന് അവിടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങളിലുള്ള എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഒക്കെ പോവും. പക്ഷെ കുറച്ച് കാത്തിരിക്കും. അഭ്യാസവും പ്രയത്നവും ഒക്കെ വേണം. ക്ലേശവും അധിക ശരീരത്തിനായ ചിലപ്പോൾ ക്ലേശം ഉണ്ടായിരുന്നിരിക്കും. ക്ലേശവും അധികതരസ്തേഷാം ചേതസാം വ്യക്താക്കി ഗതിർദുഃഖം ലേഖവിരവിരവ്യാപ്യതയെ എന്ന് അവിടെ അർജുനന്റെ സംശയം തീർത്തു കൊടുത്തു. അർജുനന് പിന്നെയും സംശയം നമ്മുടെ കൂട്ട് തന്നെയാണ്. അതാണ് അർജുനൻ വീണ്ടും പറയുന്നു, അയതി ശ്രദ്ധയോ ഭേദോ യോഗോ ചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിയും കാംഗതിയും കൃഷ്ണ ഗച്ഛതി. നമ്മുടെ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് അർജുനൻ സംസാരിക്കുന്നെന്ന് പറയണം. നമ്മൾ ഈ ഭക്തിയോഗത്തിൽ ഇങ്ങനെ അഭ്യാസമൊക്കെ ചെയ്ത് വൈരാഗ്യത്തോടു കൂടി പ്രയത്നിക്കുന്നതിന് ഇടയ്ക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വഴുതി പോകാൻ ഇടവരും. ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് കൺസിക്വൻസീസ് വരും. ഒരുപാട് അനുഭവങ്ങൾ നല്ലതും ചീത്തയായിട്ട് സുഖവും ദുഃഖമൊക്കെ വരും. ലാഭവും നഷ്ടവും ഉണ്ടാവും, ജയവും പരാജയവും ഉണ്ടാകും. അപ്പം ഈ
ഇതിൽ ചിലപ്പം പ്രശ്നമുണ്ടാവും. നമ്മളിതൊക്കെ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വിളിക്കും. ഭഗവാനോട് ഒരു ദേഷ്യം വരും ചിലപ്പോൾ, പിന്നെ അങ്ങോട്ട് പോകില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എത്ര ഇതൊക്കെ മുൻകൂട്ടി ഗീത പഠിച്ചിരുന്നാൽ നമ്മൾ ഒരു തയ്യാറെടുപ്പുണ്ടാവും, മനസ്സുകൊണ്ടെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടാവും. അതില്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ഭക്തിയിലേക്ക് വരുന്നവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും. അതിനാണ് സത്സംഗത്തിലൂടെ ഈ ജ്ഞാനം നേടണം. നമ്മൾ ഭക്തിയിലേക്ക് പോയാൽ നാമം ജപിക്കുന്ന എന്തിനാ, ക്ഷേത്രദർശനം എന്തിനാ, ഈ അഭ്യാസം നിരന്തരമായിട്ട് ചെയ്യുന്ന എന്തിനാ എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുണ്ടായാലും വേണ്ടില്ല, അതിനെ ഓവർകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ അനേക ജന്മങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ നമ്മൾ പ്രാരാബ്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യണ്ടേ? വേറെ ആരെങ്കിലും വരുമോ ഷെയർ ചെയ്യാൻ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊന്നും ഏറ്റെടുക്കില്ല. നാദത്തെ കശിപ്പാവനായി സുഹൃതം പോവോ, നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും ഭഗവാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗീത വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇല്ലേ ജ്യോത്സ്യർ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്താലും ഭഗവാനൊന്നും ഏറ്റെടുക്കില്ല. അത് ക്ലിയർ ചെയ്യണേ നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ ഗീത വായിക്കണം, ഇല്ലെങ്കിൽ ഗീത കേക്കെങ്കിലും വേണം. ഞാൻ ഈ പറയുന്ന കേക്കെങ്കിലും വേണം. അപ്പം മനസ്സിലാവും, ഇതെല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞു വെച്ചാലൊന്നും നമ്മൾ അടക്കി കൊണ്ടുപോയി സോപാനത്തെ മഞ്ഞപ്പട്ടി പൊതിഞ്ഞു കൊണ്ടുവച്ചാലും വെള്ളാതെ ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോവാം. ഇനി മേശാന്തിയുടെ കൈ കൊടുത്താലോ മേശാന്തി കൊണ്ടുപോകും. അല്ലാതെ ഇവരൊന്നും ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ഭഗവാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു, പിന്നെ ആരാ ഏറ്റെടുക്കുന്നു? നിങ്ങൾ കൊടുക്കുന്ന പണം ഏറ്റെടുക്കും. എണ്ണാത്ത പണം കൊടുത്താലും എങ്ങനെയൊക്കെ കൊടുത്താലും വേണ്ടില്ല, അത് ഏറ്റെടുക്കും. അത് ഏറ്റെടുത്താലൊന്നും നിങ്ങളുടെ പ്രാരാബ്ധം തീരുന്നില്ല. നിങ്ങൾ അനുഭവിക്കാനുള്ള അനുഭവിക്കാനേ വേണം. അപ്പം അനുഭവം ആണ് ഓവർകം ചെയ്യണം. നമ്മൾ അനുഭവം നല്ലത് ചീത്തയും വരുമ്പം അത് അനുഗ്രഹം വരുന്നതിൻ്റെ എന്ത് ക്ലേശം വന്നാലും വേണ്ടില്ല, എന്ത് ദുഃഖം, പ്രത്യേകിച്ചും ഗുരുവായൂരപ്പനെ ഭജിക്കാൻ പോയാൽ, ശിവനെ ഭജിച്ചാൽ നിങ്ങളുടെ ഇഷ്ടഭോഗങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ക്ഷിപ്രപ്രസാദിയ, ക്ഷിപ്രം എല്ലാം നശിപ്പിക്കുകയും ചെയ്യും വേഗം. എന്നാലും വേണ്ടില്ല, നിങ്ങൾ ചോദിക്കുന്ന ഇഷ്ടഭോഗങ്ങൾ പഞ്ചപ്രപഞ്ചത്തിൻ്റെ അല്ലെ പഞ്ചഭൂതങ്ങളുടെ ഈ ദൃശ്യ ആസുരി സമ്പത്തിൻ്റെ അധിപൻ എന്താ പറഞ്ഞേ, ഒരു അധികാരം കൊടുത്തേക്കണ ആർക്കാണെന്നറിയോ? ശിവനാണ്. അതുകൊണ്ട് നിങ്ങൾ ശിവനെ ഭജിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടും. പക്ഷെ വിഷ്ണുവിനെ ഭജിച്ചാലും ഗുരുവായൂരപ്പനെ ഭജിച്ചാലും ഇഷ്ടഭോഗങ്ങൾ കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ യോഗക്ഷേമമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഭ്രമം അവസാനിപ്പിക്കണേ, നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നഷ്ടപ്പെടണം. അതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ, ആ സങ്കല്പത്തിൽ ഭജിച്ചാൽ നിങ്ങളെ ആദ്യം പാപ്പരാക്കും, എല്ലാവിധ ക്ലേശവും തരും. എന്നിട്ട് നിങ്ങൾ ഭജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗക്ഷേമമൊക്കെ നോക്കാൻ നോക്കുള്ളൂ. പിന്നെ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നിനും അന്വേഷിച്ച് നടക്കേണ്ടവരില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പം കിട്ടും. എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. ഞാനൊന്നും ചോദിക്കാറില്ല, എന്താവശ്യം ഉണ്ടല്ലോ ഒക്കെ അവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ വരും. സമ്പാദിച്ചു വയ്ക്കാനും എനിക്ക് ഉദ്ദേശമില്ല. അതാണല്ലോ ഭക്തിയുടെ ഭാവം. ഇതിന് കുറച്ച് കാശുണ്ടാക്കാന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. എങ്ങനെ കിട്ടുന്ന ഒരു കൈ കിട്ടുന്ന മറു കൈയിലൂടെ ചിലവാക്കും. അപ്പോൾ യോഗക്ഷേമം നടക്കും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യം നടന്നാൽ പോരെ. സമ്പാദിച്ചു വെച്ചാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് അവകാശ തർക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതൊരു എന്നാലും വേണ്ടില്ല, ഇത്രയൊക്കെ പറഞ്ഞാലും ക്ലാരിഫിക്കേഷൻ ഭഗവാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പം ഇനി യോഗഭ്രഷ്ടനാകാതിരിക്കാൻ നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് വീണ്ടും വന്നിട്ട് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാനടക്കം വരേണ്ടി വന്നതും വഴുതിപ്പോയത് കൊണ്ടാണ്. ഇപ്പം നിങ്ങളും കേൾക്കാൻ ബാക്കി വന്നതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും പ്രാരബ്ധത്തിൽ വിട്ടിട്ടാവും, ഓടിയിട്ടുണ്ടാവും, മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെയും വരും. ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിയിട്ട് വേറൊന്നും ഇല്ലെങ്കിലാണ് അത് കേൾക്കാനിരിക്കുക. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനും സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ. അത് മഹത്തായ ഫലത്തിൽ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എത്തിച്ചോളും, പ്രശ്നമില്ല. ഇപ്പം ഞാനിപ്പോൾ എല്ലാം വിട്ടിട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു യോഗ. എല്ലാവർക്കും ആ യോഗം കിട്ടിക്കൊണ്ടെന്ന് നിർബന്ധമില്ല. അപ്പം ഈ അഭ്യാസവും ഈ ഭഗവാൻ പറഞ്ഞ ട്രഡീഷൻ നമ്മൾക്ക് പാലിക്കുന്നവർക്കാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കും.
ഇനി എത്തിയാൽ ഈ സംശയം തീർന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇപ്പം അർജുൻ ചോദിക്കുന്ന എന്താ, ഏതി ശ്രദ്ധയോപേതോ യുഗോ ചലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിയും കാം ഗതിയും കൃഷ്ണ ഗച്ഛതി. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ ശ്രദ്ധയാ ഉപേത അപി, അല്ലയോ കൃഷ്ണ ശ്രദ്ധയോടുകൂടിയവനാണെങ്കിലും അയതി യോഗാത് യജ്ഞം ഫലപ്പെടാതെ യോഗത്തിൽ ചലിതമാനസ നിന്ന് മനസ്സ് വ്യതിചലിച്ചവനായിട്ട് യോഗസിദ്ധിയും അപ്രാപ്യ യോഗസിദ്ധിയെ പ്രാപിക്കാതെ വന്നാൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി, ഏത് ഗതിയെ പ്രാപിക്കും? അല്ലയോ കൃഷ്ണ, ഒരാൾ ശ്രദ്ധയോട് കൂടിയവനാണെങ്കിലും യോഗസിദ്ധിക്കായുള്ള പ്രയത്നം പൂർത്തിയാക്കാൻ കഴിയാതെ ഏതെങ്കിലും കാരണത്തിൽ വന്നാൽ, അഥവാ മനസ്സ് വ്യതിചലിച്ചവനായിട്ട് ഭവിച്ചാൽ, ഈ യോഗസിദ്ധിയെ പ്രാപിക്കാതെ വന്നാൽ അവൻ്റെ ഗതി എന്താകും? ഇപ്പം ഈ പറയുന്ന അഭ്യാസമൊക്കെ തുടങ്ങി ഭഗവാൻ പറഞ്ഞതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. എന്നാലും അത് ഈ പ്രയത്നം പൂർത്തിയാക്കാൻ, അതായത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ മനസ്സ് ഏതെങ്കിലും കാരണത്താൽ വ്യതിചലിച്ചവനായിട്ട് യോഗസിദ്ധിയെ പ്രാപിക്കാതെ വന്നാൽ അവൻ്റെ ഗതി എന്താകും? തീർന്നില്ല, പിന്നെയും ചോദിക്കുകയാണ്. കച്ചിന്നോ ഭയവിഭ്രംശ ചിഹ്ന ഭ്രമവിനശ്യതി അപ്രതിഷ്ഠോ മഹാഭാഗോ വിമൂഢോ ബ്രഹ്മണപതി. വീണ്ടും തീർന്നില്ല. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത ത്വതന്യ സംശയസ്യാസ്യ ചേത്വാനോ ഹ്യോപപദ്യത. 3 ചോദ്യമാണ് ഭഗവാനോട് ഒറ്റയടിക്ക് അർജുനൻ ചോദിക്കുന്നത്. അതായത് ഒന്ന് തുടങ്ങി വെച്ചു, ശ്രദ്ധയോടുകൂടി ചെയ്യാൻ തുടങ്ങി, മനസ്സ് ചഞ്ചലമായി അതിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ അവൻ്റെ ഗതി എന്താവും? പിന്നെ ചോദിക്കുന്നു, മഹാഭാഗോ മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ, വിമൂഢാം ബ്രഹ്മണപതി, ആ മൂഢൻ. അപ്പം ആ വ്യതിചലിക്കുന്നവൻ മൂഢൻ എന്നാണ് അർജുനൻ തന്നെ പറയുന്നത്. ബ്രഹ്മപ്രാപ്തിക്കുള്ള അപ്രതിഷ്ഠ ഉഭയപൃഷ്ട, മാർഗത്തിൽ, അതായത് ബ്രഹ്മപ്രാപ്തിക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാർഗത്തിൽ നിലയുറയ്ക്കാതെ 2 മാർഗത്തിൽ നിന്നും ഭ്രഷ്ടനായി പോവില്ലേ? എന്നാൽ ഭൗതിക മാർഗത്തിൽ മുഴുവനാക്കോ? അതുമില്ല. ഭക്തിമാർഗത്തിലേക്ക് വന്ന് അതും മുഴുവനാക്കോ? അപ്പം അതുകൊണ്ടാണ് നിലയുറയ്ക്കാതെ എന്ന് പറഞ്ഞത്. ഭ്രഷ്ടനായി ചിന്നിച്ചെറിയ മേഘം പോലെ, ചിന്നാഭ്രം ഇവ, ചിന്ന ചിതറിയ മേഘത്തെ പോലെ, നശ്യതി കച്ചിത്, നശിക്കുകയില്ലയോ? ഭഗവാനെ യോഗാനുഷ്ഠാനത്തിലൂടെ പരമപദം പ്രാപിക്കാനുള്ള യജ്ഞം പൂർത്തിയാക്കാൻ കഴിയാത്ത മൂഢൻ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിൽ നിലയുറയ്ക്കാതെ കർമ്മമാർഗം യോഗമാർഗം എന്നീ 2ൽ നിന്നും ഭ്രഷ്ടനായിട്ട് ചിന്നിച്ചെറിയ മേഘം പോലെ നശിച്ചു പോവില്ലേ? നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം, ചിലർ കുറച്ച് കാലം ഭക്തി ഇല്ലാതിരിക്കും, എന്നിട്ട് ഭക്തി തുടങ്ങും, എന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ കൺസിക്വൻസീസോ എന്തെങ്കിലും വരുമ്പം ഭഗവാനെ ഭജിച്ചിട്ട് ചോദിച്ചൊക്കെ കിട്ടും. ഇഷ്ടഭോഗങ്ങളെ കൊണ്ട് ദുഃഖം വന്നു കഴിയുമ്പം ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഈ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഭഗവാനെ കാണൽ തന്നെ നിർത്തിവെക്കും. ഈ അഭ്യാസമൊക്കെ പിന്നെ നിർത്തും, ടപ്പെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നിർത്തും. അപ്പം അങ്ങനെയുള്ളവർ ചിന്നിച്ചെതറി പോകില്ലേ, നശിച്ചു പോകില്ലേ? യോഗസിദ്ധിക്കാരുടെ ശ്രമത്തിനിടയിൽ പല പ്രതിബന്ധങ്ങളും ഉണ്ടാകാം. ഏതെങ്കിലും കാരണത്താൽ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അയാളുടെ ഗതി എന്താകുമെന്നാണ് അർജുൻ്റെ ചോദ്യം. വിഷയസുഖം ഉപേക്ഷിച്ച് യോഗമാർഗത്തിൽ കടന്നിട്ട് അതുമില്ല, വിഷയസുഖവും ഇല്ല, യോഗമാർഗവും ശ്രേഷ്ഠതയിലേക്ക് എത്തുന്നില്ല, രണ്ടും ഇല്ലാത്ത ഒരവസ്ഥയിൽ അയാൾ നശിച്ചു പോകില്ലേ എന്നാണ് അർജുൻ ചോദിക്കുന്നത്. ഇനി ഭഗവാനോട് ഉറപ്പിച്ചു പറയാ, ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭഗവാൻ തന്നെ ആയതുകൊണ്ട്, അതുകൊണ്ട് അങ്ങയ്ക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം ക്ലിയർക്കായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നും കൂടെ അർജുനൻ വിശ്വാസം ഉറച്ചിട്ടുണ്ടെന്നർത്ഥം. നമുക്ക് നമ്മളെപ്പോലെ ആരോട് ചോദിച്ചാലാ പറഞ്ഞു തരാം എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഇവിടെ ഭഗവാനാണ് ഇത്രയും നേരം പറഞ്ഞു കൊടുത്തതുകൊണ്ട്, അതുകൊണ്ട് ഏതന്മേ സംശയം കൃഷ്ണ, എൻ്റെ ഈ സംശയം ചേത്തും അർഹസ്യശേഷത ത്വതന്യ സംശയസാചാരിത്വാനോ ഉപപദ്ധ്യതേ. ഹേ കൃഷ്ണ, ഏതത് സംശയം, ഹേ കൃഷ്ണ എൻ്റെ ഈ സംശയം അശേഷത ചേത്തും അർഹസി, മുഴുവനും നീക്കം ചെയ്യാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അസ്യ സംശയസ്യ, ഈ സംശയത്തിൻ്റെ നിവൃത്തി ചേത്വാന ത്വതന്യ,
വരുത്താനായിക്കൊണ്ട് അങ്ങല്ലാതെ ന ഉപപദ്യതേ ഹി, വേറൊരാൾ ഇല്ല തന്നെ. ഇങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. നമുക്ക് യഥാർത്ഥത്തിൽ മാർഗദർശനം നൽകാൻ ഈശ്വരനല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഉറപ്പിച്ചോളൂ. അപ്പോൾ സദ്ഗുരുക്കന്മാരൊന്ന് ചോദിക്കും, സദ്ഗുരുക്കന്മാർ അവരുടെ അച്ചീവ്മെൻ്റ് അനുസരിച്ചാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഭഗവാൻ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്നോടൊരു സംശയം ചോദിച്ചാൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, എൻ്റെ ഭാവം അനുസരിച്ചു, എൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക. അത് 100% ഒരേപോലെ ആ ഗൈഡൻസ് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ സൂട്ടാവില്ല. അത് ഞാൻ ഉറപ്പിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ 2-3 മണിക്കൂർ മോഹൻജി ഇവിടെ കഴിഞ്ഞപ്പം ഓരോരുത്തർ വന്ന് അദ്ദേഹത്തെ കണ്ടു നമസ്കരിച്ചു. ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കുറച്ച് ചെറുതായിട്ട് ചുരുക്കി പറയണമെന്ന് അദ്ദേഹം പറയും. അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളോട് പറഞ്ഞ മാർഗമായിരിക്കില്ല നീ ഇന്നത് ചെയ്യൂ എന്ന് പറയണത് ആയിരിക്കില്ല മറ്റൊരാളോട് പറയുന്നത്. അപ്പം അദ്ദേഹം ആ വരുന്ന ആളുടെ സ്വഭാവവും അവരുടെ പ്രശ്നവും ശരിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ട്, ഇന്നലെ നമ്മൾ കണ്ടല്ലോ, യഥാർത്ഥ ആത്മീയ ഒരു തലത്തിലേക്ക് എത്തിയാൽ അവരുടെ സ്വഭാവം അവരുടെ ദുഃഖത്തെയും തൻ്റെ ദുഃഖമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പറ്റിയ രീതിയിൽ മാർഗദർശനം കൊടുക്കുക എന്നൊരു ദൗത്യമുണ്ട് ഗുരുക്കന്മാർക്ക്. അപ്പം അദ്ദേഹം കൃത്യമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉപദേശങ്ങൾ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അതാണ് ശരിക്കും റൂട്ട് ക്ലിയർ. കാരണം നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും നമ്മുടെ പ്രാരാബ്ധങ്ങളും തമ്മിൽ യാതൊരു കോമൺ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ കർമ്മബന്ധനങ്ങളും അവരുടെ കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ചുള്ള വാസനാബലവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പരിഹാരവും അതനുസരിച്ച്, നമുക്കിപ്പോൾ ജലദോഷത്തിന് തന്നെ മരുന്ന് കഴിച്ചാലും ഓരോരുത്തർക്കും ഓരോ ഡോസേജ് ആയിരിക്കും മരുന്ന്. ഒരേ മരുന്നാണെങ്കിൽ തന്നെ ഡോസേജിൽ വ്യത്യാസം വരും, കോഴ്സിൽ വ്യത്യാസം വരും. ചിലർക്ക് ഡോക്ടറെ കണ്ടാൽ തന്നെ അസുഖം മാറും. അങ്ങനെ ചില എഫക്റ്റ് ഉണ്ട്. പുണ്യം എന്ന് പറയാൻ, കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് 1-2 കോഴ്സ് മരുന്ന് കഴിക്കേണ്ടി വരും. ചിലർക്ക് അതും പോരാ, ഇഞ്ചക്ഷൻ വേണ്ടി വരും. ചിലർക്ക് അതും പോരാൻ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഇങ്ങനെയൊക്കെ അവരവരുടെ രോഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണല്ലോ ചികിത്സ നിശ്ചയിക്കുക. അതേപോലെയാണ് നമ്മുടെ വ്യത്യസ്തമായ കർമ്മമേഖല അനുസരിച്ചുകൊണ്ടായിരിക്കും കർമ്മയോഗ ആയാലും. ഇല്ലെങ്കിൽ ഈ 2 മാർക്കും, യോഗമാർഗത്തിലും ഇല്ലെങ്കിൽ കർമ്മമാർഗത്തിലും, ഇത് 2ൽ നിന്നും വ്യതിചലിക്കാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ള മാർഗത്തിൽ നിന്ന് ചിലപ്പോൾ വ്യതിചലിച്ചു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റാതിരുന്നാൽ, ഇല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതല്ല അതാ മറ്റുള്ളവർ പറയണ കേട്ടിട്ടൊക്കെ ചിലപ്പോൾ വ്യതിചലിച്ചു പോകും. അപ്പം അങ്ങനെ സംഭവിച്ചാൽ എന്താണ് എനിക്ക് അവരുടെ ഗതി? അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകാൻ ഇത്രയും നേരവും ഇത്ര ക്ലാരിഫിക്കേഷനോടുകൂടി പറഞ്ഞിരിക്കുന്ന ഭഗവാൻ അല്ലാതെ മറ്റൊരാൾക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭഗവാന്റെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ച അർജുനന് ബോധ്യമുണ്ടെന്നർത്ഥം. ഇതേപോലെ നമ്മൾ ഏത് ദേവതയാണ് ഭജിക്കുന്നത് ആ ദേവതയെ അനന്യമായിട്ട് ഭജിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ആ ദേവതയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ആ ഭക്തിയുടെ ഒരു ലെവലിലെത്തിയ. അപ്പം എന്താകുമെന്ന് അർജുനന്റെ ചോദ്യം, യോഗമാർഗം കർമ്മമൊക്കെ ഇത് 2ൽ നിന്നും വൃഷനായി ചിഹ്നചെതറിയ മേഘത്തെ പോലെ നശിച്ചു പോകില്ലേ? എന്നാൽ എൻ്റെ ഈ സംശയം തീർത്തു തന്നെ അർഹനാണ് അങ്ങ്. ഈ സംശയം നിവർത്തി വരുത്തുന്നതിന് അങ്ങല്ലാതെ മറ്റൊരാൾ ഇല്ല തന്നെ. കാരണം 100% നമ്മളെയൊക്കെ 100% എല്ലാവരുടെയും ബയോഡേറ്റ കയ്യിലുള്ളത് ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ അറിയാതെ ഒരു രഹസ്യവും നമുക്ക് വയ്ക്കാനും പറ്റില്ല, എന്ത് കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗതിവിഗതികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ 100% അറിയാവുന്ന ഭഗവാനേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചാൽ ആ ഭഗവാൻ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഗൈഡൻസ് കിട്ടുക. ഞാൻ ഗീത പഠിക്കുന്ന കാലത്ത് ഇതേ ചോദ്യം മുഴുവൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുരുവിനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്തിമാർഗത്തിൽ പോയിട്ട് ഏതെങ്കിലും കാരണത്താൽ അത് വ്യതിചരിച്ചാൽ അവരുടെ ഗതി എന്താകും?
എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോഴും ഗുരു പറഞ്ഞത് അങ്ങ് ചോദിച്ച അർജുനൻ ചോദിച്ച അതേ ചോദ്യം 6-ാം അധ്യായത്തിൽ. അതിൻ്റെ ഉത്തരം ഭഗവാൻ അല്ലാതെ ഞാൻ പറയാൻ പോലും അർഹതനല്ല, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം, അത് പോയി വായിച്ചോളൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അന്ന് ഗീത പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ടി വന്നു, ചോദിക്കാൻ ഇടവന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ പൂർവ്വജന്മത്തിൽ യോഗ മാർഗത്തിലായിരുന്നു, അതിൽ നിന്ന് വ്യതിചരിച്ച ആളാണ്. അതുകൊണ്ട് അവരുടെ ഗതി എന്താകുന്ന അന്ന് അറിഞ്ഞിരുന്നില്ല, ഇന്നറിയാൻ ഉള്ള ശ്രമം നടത്തി അന്ന് തന്നെ തുടങ്ങി എന്നർത്ഥം. പിന്നെ ഈ അധ്യായം വായിക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാക്ഷാത്കാരാണെന്ന് മനസ്സിലായി. കാരണം ഇനി ഭഗവാൻ പറയുന്ന ഉത്തരത്തിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ പറയുന്നത് എന്താ? പാർത്ഥ നൈവേഹ നാമത്ര വിനാശസ്യ വിദ്യതേ നഖി കല്യാണകൃത് കശ്ചിൽ ദുർഗതിയും താതകച്ഛൻ. നമ്മൾ ഈ ഭക്തിമാർഗത്തിൽ മാത്രമല്ല കേട്ടോ ഇത് സംഭവിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിത്തം കഴിഞ്ഞിട്ടേ നമ്മൾ ഏതാ പ്രൊഫഷൻ തിരഞ്ഞെടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ചിലത് ചെയ്യും, ചിലത് പഠിക്കും. എന്നിട്ട് അതിൽ നിന്ന് ചിലപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടോ ഇല്ലേ സ്വയം തോന്നിയിട്ട് ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ട് അത് പകുതി വലിയ ഉപേക്ഷിച്ചിട്ട് വേറൊന്നിലേക്ക് പോകും. അപ്പം ഏത് മാർഗം സ്വീകരിച്ചാലും ഒന്നിൽ ഉറക്കി നിൽക്കാത്ത ഗതി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഒന്നും ആകാതിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കണ്ടുകിട്ടാം. ഇത് ഈ ഒരു ഉപദേശം നമുക്ക് ഭക്തിമാർഗത്തിൽ മാത്രമല്ല, നമ്മുടെ കർമ്മമാർഗത്തിൽ, അതാണ് കർമ്മയോഗ മാർഗം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അത് ഭൗതികം കർമ്മമാർഗമുണ്ട്, ഭക്തിയിൽ കർമ്മമാർഗമുണ്ട്. ഭക്തിയിലെ കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് യഥാർത്ഥ കർമ്മയോഗം എന്ന് പറയുക. പക്ഷേ എന്നാലും ഭൗതികമായതിന് നമ്മൾ ഈ ജീവിക്കാനുള്ള ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പല മേഖലകളായിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്, ഇന്നും ഉണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോഴും അതിൽ +2 കഴിയുമ്പോഴും ഒക്കെ ഏത് മാർഗത്തിലാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കും. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, ചോയ്സ് മറ്റുള്ളവർ പറയണ കേട്ടിട്ടോ, ഈ 50% എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൗൺസിലിങ്ങിനൊക്കെ പോയാലും വേണ്ടില്ല, സ്വയം ഡിസിഷൻ എടുക്കില്ല. മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ഇല്ലേ കൂട്ടുകാർ പറയുന്ന കേട്ടിട്ടോ അവരുടെയൊക്കെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ചിലപ്പം ഡിസിഷൻ തെറ്റായിട്ട് എടുക്കും. എന്നിട്ട് അത് പൂർത്തിയാക്കാതെ പകുതി വഴിയിൽ ഉപേക്ഷിക്കും. എൻ്റെ അടുത്ത ബന്ധം അങ്ങനെയുണ്ട്. ഒന്നിന് പോയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെയുള്ള സമയം വേസ്റ്റായി, പിന്നെ ആദ്യം അടുത്തതിന് പോകേണ്ടി വന്നു. അപ്പം അങ്ങനെയൊക്കെ ഭൗതിക കാര്യത്തിൽ പോലും സംഭവിക്കും. ഞാൻ തന്നെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവസാനം ഒരിടത്ത് ഉറച്ചത് എവിടെയാണ്? ഡിഫൻസിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ ഉറച്ചു. പിന്നെ ഇടയ്ക്ക് ചാടിപ്പോരാൻ പറ്റില്ലല്ലോ. കാര്യം പിന്നെ അത് തന്നെയല്ല, എനിക്ക് പരമമായ ലക്ഷ്യം, എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ജോലി കിട്ടുക, ജോലിക്ക് ചേർന്ന, അത് കിട്ടിയാൽ എൻ്റെ കൂടെ ആൾ റെക്കമെൻഡേഷനും എന്താ അവസാനത്തെ ഇൻ്റർവ്യൂവിന് വരെ വെയിറ്റ് കുറവാന്ന് പറഞ്ഞ അയാളെ പുറത്ത് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് വരെ ഡോക്ടർ വരെ റിജക്റ്റ് ചെയ്തതാണ്. ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നുണ്ടാവുന്നത്. പക്ഷേ അവിടെ പോയിട്ട് ക്ലേശങ്ങൾ സഹിക്കാൻ ഇയാളിൽ ഇരുന്നുകൊണ്ട് കരച്ചില്ല, ഞാൻ എന്തിന് ഇതിനകത്തേക്ക് വന്നു പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് കയറിയത്. എന്നിട്ട് ഞാൻ എൻ്റെ തീരുമാനം എന്തായിരുന്നു, എന്ത് കഷ്ടപ്പെട്ടാലെങ്കിലും ഇവിടെ മരിച്ചാലും വേണ്ടില്ല, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. അങ്ങനെ ഒരു ദൃഢനിശ്ചയം കൊണ്ടാണ് അതിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നത്. പിന്നെ ഞാൻ അവനും പറഞ്ഞു കൊടുത്തു, ഏതായാലും വന്നോ, ഇനിയിപ്പോൾ എന്താ 6 മാസമല്ലേ ബേസിക് ട്രെയിനിങ് കാലത്തെ കുറച്ച് കഷ്ടപ്പാടുള്ളൂ. തല്ല് കിട്ടിയിട്ടൊക്കെ കണ്ണിക്കട പൊന്നീച്ച പറന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അവിടെയൊക്കെ പിന്നോട്ട് പോയി. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസമാണ്. ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്തല്ലോ എന്നുള്ളത് തോന്നൽ. അപ്പം ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കർമ്മമാർഗത്തിൽ നിന്ന്, കർമ്മയോഗത്തിൽ നിന്ന് പോലും വ്യതിചലിക്കും. അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ സത്സംഗത്തിലുണ്ട്, ഡിഫൻസിൽ പോയിട്ട് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് വന്നയാൾ. എനിക്കാളെ ഞാൻ പേഴ്സണലായിട്ട് അറിയാം.
അപ്പൊ അവരുടെ അങ്ങനെ പോകുന്നവരുടെ ഗതി എന്താവും? നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരു എംപ്ലോയി ആയിട്ട് കിട്ടിയിട്ട് അതിലെ കൺസിക്വൻസീസ് ഓവർകം ചെയ്യാൻ പറ്റാതെ അത് ഉപേക്ഷിച്ച് വരുന്നവരുണ്ട്. എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി, എന്തും ചെയ്യാൻ തയ്യാറാന്നൊക്കെ ആദ്യമൊക്കെ ശബ്ദം ചെയ്യും. പക്ഷെ അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അയ്യോ ഇതെനിക്ക് കണ്ടിന്യൂഷൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി പോകുന്നവരെ ഇഷ്ടം പോലെ കാണാം. പഠിത്തത്തിന് പോകുന്നവരും അതെ, പകുതി വഴിയിൽ ഉപേക്ഷിച്ച് വരുന്നവരെ കാണാം. ജോലിക്ക് പോകുന്നവരെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പകുതി വഴി ഉപേക്ഷിച്ച് വരുന്നവരെ കാണാം. കാരണം ഈ യോഗമാർഗം എന്ന് പറയുന്നത് കർമ്മയോഗമാർഗമുണ്ട്, ആത്മീയ യോഗമാർഗമുണ്ട്. ഇത് രണ്ടിലുമുണ്ട്. ആധ്യാത്മിക കർമ്മയോഗമാർഗമുണ്ട്, ഭൗതികമായിട്ടുള്ള കർമ്മയോഗമാർഗമുണ്ട്. രണ്ട് യോഗ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രയത്നവും ലക്ഷ്യം നടക്കുന്നത് വരെ അതിലുണ്ടാകുന്ന കൺസിക്വൻസീസൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് അതിൽ അഭ്യാസവും വൈരാഗ്യവും നിരന്തരമായ ദൃഢനിശ്ചയവും സെൽഫ് ഡിസിഷൻ എടുത്താൽ ത്യാഗമനസ്സോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇല്ലെങ്കിൽ ഈ പ്രയോഗം പ്രാപ്യമല്ല. ഈ പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും അല്ലാതെ ഇരിക്കുന്നവരെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. എന്നാ എന്താ പറഞ്ഞേ, ഇത്രയും വലിയ എന്താ പറഞ്ഞ ഇൻ്റലക്റ്റ് ആയിരുന്നു, ബുദ്ധി കേമൻ, എല്ലാ കാര്യത്തിലും ഇപ്പോഴും അതെ. അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിവിനൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ എന്തായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല. അവിടെയില്ല ഇവിടെ ഇല്ലാത്ത വിധത്തിൽ. എന്നാലും അവർ നശിച്ചു പോയിട്ടില്ല, എപ്പോഴും ജീവിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ യോഗം എന്താ, ഞാൻ ഇങ്ങനെ നശിച്ചവരാണെങ്കിലും വേണ്ടില്ല, ഒരിടത്തും ഉറയ്ക്കാത്ത ബുദ്ധികളിൽ നിൽക്കുന്നവരാണെങ്കിലും വേണ്ടില്ല, എന്തോ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ പറയാം. കാരണം 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതും ഒരു യോഗമല്ലേ? അപ്പൊ ഭഗവാൻ ചോദിച്ച് നശിച്ചു പോവില്ലെന്ന് ചോദിച്ചാൽ നശിച്ചു പോകുന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കാനുണ്ട്. കടം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കും, അത് സുഖമായിട്ട് കഴിയും. അത് തന്നെ കാര്യം. ആരെങ്കിലും കൊണ്ടു കൊടുക്കും, അവർക്ക് ഡ്യൂസ് ഉണ്ടാവും ഈ വ്യക്തിയായിട്ട് എന്തെങ്കിലും. ഞാനും ഇപ്പൊ ഈ ബ്രഹ്മസമ്മർദ്ദത്തിൽ വന്ന് താമസിച്ച് കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം എന്നുള്ളൊരു കടം പ്രാരബ്ധം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കണേ. അല്ലാതെ അത് ചെയ്തു തീർക്കണ്ടേ. ബാക്കിയുണ്ടെങ്കിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി പിന്നെയും വരേണ്ടി വരും. അതാ കുഴപ്പേ. അപ്പൊ അത് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്ലേശം സഹിച്ചാലും വേണ്ടില്ല, അത് പൂർത്തീകരിച്ചേക്കാം, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് അതാ, അർജുന അവന് പാർത്ഥ തസ്യഹ, ഹേ അർജുന, ഇവന് ഈ ലോകത്തിൽ വിനാശ ന വിദ്യത, നാശമൊന്നും ഉണ്ടാകില്ല. അത് കർമ്മയോഗ മാർഗത്തിലാണെങ്കിലും യോഗമാർഗത്തിലാണെങ്കിലും വേണ്ടില്ല. അമൃത ന, പരലോകവും ഇല്ല. വിനാശ, പരലോകത്തിലോ ഇഹലോകത്തിലോ അവന് നാശം സംഭവിക്കില്ല എന്നാ പറയണേ. താതഹ, ഹേ വത്സ, ഭഗവാൻ എത്ര കാരുണ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം അവിടെ ഭഗവാനെ സ്തുതിച്ച് കീർത്തിച്ചുകൊണ്ടാണ് അർജുനൻ പറയുന്നത്. ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയും. തദ്വിത്തി പ്രണിപാതേന പരിപശ്യൻ, പൂർണ്ണമായിട്ട് റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ പറയുക. അതുകൊണ്ടാണ് ഭഗവാൻ അല്ലാതെ, അങ്ങല്ലാതെ എൻ്റെ സംശയത്തിന് നിവർത്തി പറഞ്ഞു തരാൻ മറ്റാരും ഈ ലോകത്തില്ല എന്ന് പറയുന്നത് തന്നെ ഈശ്വരനെ സ്തുതിക്കലാണ്. ഈശ്വരനെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. കാരണം ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭഗവാന ഗുരുസ്ഥാനയിന. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അർജുൻ സംശയിക്കണം. സംശയിക്കാതെയാണ് ഭഗവാനോട് ചോദിക്കുക. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഹേ വത്സ, സംബോധന പോലും അതനുസരിച്ച. അപ്പൊ അതുകൊണ്ട് ഹി കല്യാണ കശ്ചിത്, എന്തെന്നാൽ ശുഭകർമ്മത്തെ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി നാ ഗച്ഛതി, ഒരാളും ദുർഗതി പ്രാപിക്കുന്നില്ല. സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേബിലിറ്റി ഇവിടെയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരല്പകാര്യമെങ്കിലും എപ്പോഴെങ്കിലും ധർമ്മത്തിനനുസൃതമായിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹത്തായ ഫലത്തെ ഒഴിവാക്കും എന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർത്തിരിക്കുക. അതാണ്, നല്ല കാര്യം ചെയ്യുന്ന ഒരാളും അവന് ദുർഗതി ഉണ്ടാവില്ല. അത് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുമോ അതൊക്കെ ചെയ്തോട്ടെ, ഒന്നും വിരോധമൊന്നുമില്ല. അപ്പോൾ അല്ലയോ അർജുന, അവന്
യോഗസിദ്ധിക്കായിട്ടുള്ള യജ്ഞം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നവന്, ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആണ്. നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ചിലപ്പം ഈ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് ചിലപ്പം വ്യതിചലിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് വീണ്ടും വരേണ്ടി വന്നത്. ഉറപ്പാണ്. ഈ കാര്യങ്ങൾ തന്നെ എവിടെയോ വെച്ചിട്ട് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല, വ്യതിചലിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ബാക്കി കേൾക്കാനുള്ള അവസരം പിന്നെയും കിട്ടും. ഞാൻ ബാക്കി വെച്ചത് പറയാൻ വേണ്ടിയിട്ട് വന്നു എന്നല്ലോ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതിൽ നിന്ന് ഞാനും അറിയാവുന്ന ഭാവത്തിൽ നിന്നും വീണ്ടും വ്യതിചലിച്ചു. അപ്പൊ കുറെ ചുറ്റിത്തിരിയലുണ്ടായി. അവസാനം തിരിച്ചിതേ മാർഗത്തിൽ വന്നു. അപ്പോഴും നാശം ഉണ്ടായിട്ടില്ല. എൻ്റെ ആ സ്ഥിതിക്ക് യാതൊരു നാശവും ഉണ്ടായി. അതാണ് പറഞ്ഞത്, യോഗസിദ്ധിക്കാനുള്ള യജ്ഞം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നവന് ഈ ലോകത്തിൽ നാശമൊന്നും സംഭവിക്കില്ല, പരലോകത്തിലുമില്ല. എന്തെന്നാൽ ശുഭകർമ്മം അല്പമെങ്കിലും ചെയ്യുന്ന ഒരാളും ദുർഗതി പ്രാപിക്കില്ല. ഈ ഒരൊറ്റ ഗ്യാരണ്ടി മതിയല്ലോ നമുക്ക്. അവൻ അന്യായമായിട്ടോ അന്യായമായിട്ടോ എന്ത് ചെയ്താലും ഇതിനിടങ്കിൽ അറിയാതെയാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് മഹത്തായ ഫലത്തെ ഉണ്ടാകും. കംസൻ ദേവകിയുടെ 6 പുത്രന്മാരെയും കൊന്നു. പക്ഷേ ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്തപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം, ദുഷ്കർമ്മ ചെയ്തത്. പക്ഷേ അഷ്ടഭുജധാരിയായിട്ട് ആ യോഗമായെ ദർശിച്ച ഒരു നിമിഷം കൊണ്ട് കംസനും ആത്മബോധം ഉണ്ടായി. പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ചു. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറയണ കേട്ടിട്ട് പോയി. വ്യതിചലിച്ചിട്ട് എന്താ ഉണ്ടായേ? വ്യതിചലിച്ചിട്ട് പൂർവജന്മത്തിലും കാലനേമി എന്ന അസുരനായിരുന്നു. അതിലും എന്തെങ്കിലും അല്പം നല്ല കാര്യം എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാനായിട്ട് യോഗം സാധ്യമായത്. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ചത് പോലും ആ യോഗമാകാം. അപ്പം എന്തോ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെ യോഗമായ അഷ്ടഭുജധാരിയായിരിക്കുന്ന ആ ദുർഗാദേവിയെ കംസന് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് കുറച്ച് നേരത്തേക്കാണെങ്കിലും ആത്മബോധത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പുറത്തേക്ക് വന്നപ്പം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു. എന്നിട്ടും കംസൻ എന്താ ഉണ്ടായ? സംഘദോഷമൊന്നും ഉണ്ടായില്ല. സംഘമോഷം കിട്ടി. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചപ്പോൾ മോഷം തന്നെ കിട്ടിയത്. ഇങ്ങനെ ഓരോ കഥയിലും നമ്മൾ ശ്രദ്ധിച്ചറിയാം. എവിടെയെങ്കിലും ഏതെങ്കിലും അജാമളം പോലും പൂർവ്വജന്മത്തിൽ ജപിച്ച നാമത്തിന്റെ ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഒരു മകന്റെ പേര് വിളിച്ചപ്പോഴും ആ ക്രെഡിറ്റ് പൂർത്തിയായി. അവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പം മോക്ഷത്തിലേക്കുള്ള മാർഗം തുറന്നു കിട്ടി. നമ്മൾ ഈ ജന്മത്തിൽ 10 നാമം ജപിച്ചിട്ട് പോയാൽ അടുത്ത ജന്മത്തിൽ ഒരു നാമം ജപിച്ചെങ്കിൽ 11ാമത്തെ നാമമായിട്ട് അത് കണക്കാക്കൂട. 10 നമ്മുടെ ക്രെഡിറ്റ് തന്നെ. വേറെ ആർക്കും അവകാശികൾക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ നോമിനേഷൻ എഴുതി കൊടുത്താലേ അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഈശ്വരൻ്റെ സിസ്റ്റം. യമനിയമങ്ങൾ അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അല്പമാത്രമായ ശുഭകർമ്മം ചെയ്താലും അവൻ ഒരിക്കലും ദുർഗതി സംഭവിക്കില്ല. ഈ ലോകത്തുമില്ല, പരലോകത്ത് പോയാലുമില്ല. ആ അല്പമാത്രമായ കർമ്മമായിരിക്കും ശരിക്കും അവന് നല്ല ഗതിയിലേക്ക് വീണ്ടും എത്തുന്നത്. പ്രാപ്യ പുണ്യകൃതാം ലോകാം, നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വ ശ്വാസതി സമാ ശുചീനാം ശ്രീമതാം കേഖേ യോഗപൃഷ്ടോ വിജായതേ. യോഗപൃഷ്ട പുണ്യകൃതാം, യോഗപൃഷ്ടൻ പുണ്യലോകങ്ങൾ ലോകാൻ പ്രാപിച്ചിട്ട് ശാശ്വതി സമാ ഊഷിത്വ, ഏറെക്കാലം സുഖമായിരുന്നിട്ട് ശുചീനാം ശ്രീമതാം ഗേഹേ, സുഹൃത്തികളും ഐശ്വര്യമുള്ളവരുമായിരിക്കുന്ന ഗേഹേ അഭിജായതേ, അതുപോലുള്ള സജ്ജനങ്ങളുടെ ഇടയിൽ അതുപോലുള്ള ഗ്രഹത്തിൽ വന്ന് ജനിക്കും. യോഗസിദ്ധിക്കായിക്കൊണ്ട് ശ്രമിച്ചിട്ടും പുണ്യഫലപ്രാപ്തി സിദ്ധിക്കാത്ത അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി ലഭിക്കാത്ത യോഗഭ്രഷ്ടൻ
പുണ്യലോകങ്ങളെ പ്രാപിച്ച് ഏറെക്കാലം സുഖമായി കഴിഞ്ഞതിന് ശേഷം സുഹൃതികളും ഐശ്വര്യമുള്ളവരുമായിരിക്കുന്നവരുടെ ഗ്രഹത്തിൽ വന്ന് വീണ്ടും ജനിക്കും. അപ്പൊ പുനർജന്മം ഉണ്ടെന്ന് കൂടെ ഉറപ്പിച്ചു തരിക ഭഗവാൻ. നമ്മൾ യോഗമാർഗത്തെ ഭൗതിക തലത്തിലായാലും വേണ്ടില്ല, ആത്മീയ തലത്തിലായാലും വേണ്ടില്ല, ഏത് കർമ്മമാണോ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാതെ വന്നാൽ ആ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതേ ഗ്രഹത്തിൽ അതേ സ്ഥാനത്ത് വന്ന് ജനിക്കേണ്ടതായിട്ട് വരും. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ ആത്മഹത്യ ചെയ്താൽ, ആത്മഹത്യ എന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആത്മഹത്യ എന്ന വാക്ക് തന്നെ തെറ്റാ. ആത്മാവിനെ ഹനിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ടൊന്നും ഹനിക്കാൻ സാധ്യമല്ല. പിന്നെ ശരീരഹത്യ ചെയ്യുന്ന ശരീര ഉപാധി മാത്രമാണ്, നമ്മുടെ കർമ്മപൂർത്തീകരണത്തിലുള്ള ഒരു ഉപാധി മാത്രമാണ്. അത് നശിച്ചാലും പിന്നെ തരും ഭഗവാൻ. അത് നല്ല കാര്യത്തിനാ വേണ്ടേ ഉപയോഗിച്ചെന്നുണ്ടെങ്കിലോ വീണ്ടും അതേ നല്ല കാര്യം കുറച്ചുകൂടെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് വീണ്ടും അതേപോലെയുള്ള സജ്ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ജനിക്കാനിട വരും. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സത്സംഗം കിട്ടും സജ്ജനങ്ങളുടെ ഇടയിൽ ജനിച്ചാൽ. അതുപോലെ ശ്രേഷ്ഠമായ ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തോടു കൂടി വന്ന് ജനിക്കും. സുഹൃതികളും ഐശ്വര്യമുള്ളവരുടെയും അവരുടെ ഗ്രഹത്തിൽ വന്ന് ജനിക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോ ജന്മത്തിലും ഈ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും നമുക്ക് ജാതകത്തിൽ ബാലൻസ് ഷീറ്റിലുണ്ടാവും. അതെപ്പം ഈ ജന്മത്തിൽ ഈ ശരീരം എപ്പം വീണു പോകണമെന്നും ഉണ്ടാവും. അത് ഈ ജന്മത്തിലെ കർമ്മം തീർന്നാൽ അവിടെ വീണു പോകും. അയ്യോ എനിക്കത് സാധിച്ചില്ല, മുഴുവൻ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് വ്യാകുലപ്പെടുന്ന പ്രശ്നമില്ല. അത് പൂർത്തീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ വീണ്ടും ശരീരം എടുത്ത് വരേണ്ടി വരും, ഇതേ ഗ്രഹത്തിൽ അതേ സ്ഥാനത്ത്. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയതൊന്നും ഓർമ്മ കിട്ടില്ല. അതാണ് ഏറ്റവും കുഴപ്പം. എന്നാൽ ഓർപ്പിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഒക്കെ കാണിച്ചു തരും, ഒക്കെ കർമ്മ ബന്ധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഓർപ്പിച്ചൊക്കെ തരുന്നുണ്ട്. പക്ഷെ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് വരുമ്പം വീണ്ടും അതൊക്കെ മറിഞ്ഞു പോകും. എന്നാൽ വീണ്ടും കളക്ട് ചെയ്യാം. ഈ പറയുന്ന യോഗമാർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് ആത്മബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധ്യാനയോഗം ശീലിക്കാൻ പറഞ്ഞു. അധ്യായത്തിൽ തന്നെയാണല്ലോ ധ്യാനയോഗം എന്ന അധ്യായത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മബോധ തലത്തിലെത്തിയാൽ നമ്മുടെ പൂർവ്വജന്മ സ്മരണയും നമ്മുടെ കർമ്മം ബാക്കി എന്താണെന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കാൻ തുടങ്ങിയാൽ അപ്പോഴും വീണ്ടും ചിലപ്പം ഭ്രഷ്ടനാകാം. ശ്രദ്ധയോടെ നീങ്ങിയില്ലെങ്കിൽ ചിലപ്പം വീണ്ടും അതിൽ നിന്ന് വ്യതിചലിക്കാം. എന്നാലും കുഴപ്പമില്ല, അതുപോലുള്ള ശ്രേഷ്ഠമായ ഗ്രഹത്തിൽ വന്ന് വീണ്ടും ജനിക്കും. ചെയ്തു വെച്ചേക്കണ കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജന്മം എടുക്കേണ്ടത്. അത് പൂർത്തീകരിച്ചോളും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സംശയമൊന്നും. ഞാൻ അങ്ങനെ വന്ന ആളാ. എനിക്ക് 42 വയസ്സ് വരെ അങ്ങനെ ഒരു കുലത്തിൽ വന്ന് ജനിച്ചതിൻ്റെ ശ്രേഷ്ഠത പോലും അറിയില്ല. പക്ഷേ ഇപ്പം മനസ്സിലായി, അങ്ങനെ ഒരു ശ്രേഷ്ഠമായ കുലം തന്നെയായിരുന്നു നമ്മുടെ കുടുംബം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ യോഗമാർഗത്തിലേക്ക്, ഭക്തിമാർഗത്തിലേക്ക് ആരായാലും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതിലേക്ക് തിരിഞ്ഞവരൊക്കെ അവർ ശരിക്കും ആ റൂട്ട് കയറിയിട്ടുണ്ട്. കാരണം ഈ പാരമ്പര്യമായിട്ടും കുറച്ച് എഫക്റ്റ് കിട്ടുന്നർത്ഥം. ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കുറേശ്ശെ എല്ലാവർക്കും അതിൻ്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ ഇടയിൽ വീണ്ടും വന്ന് ജനിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാകുന്ന അർത്ഥം. ആ ട്രഡീഷൻ നിലനിർത്തി പോരുന്ന അങ്ങനെയാണല്ലോ. സജ്ജനങ്ങളിലൂടെ മാത്രമേ ധർമ്മത്തെ നിലനിർത്താൻ സാധിക്കുമെന്ന് ഭഗവാൻ ദത്തം. അതാണ് പരിത്രാണായ സാധൂനാം വിനാശായ സദൃശകൃത കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേക എന്ന് ഭഗവാൻ പറഞ്ഞു. ആ സജ്ജനങ്ങളുടെ ലിസ്റ്റ് പെട്ടിട്ടുണ്ടോ? സ്വല്പം അഭ്യസ ധർമ്മശത്രായ തോമ. അല്പമെങ്കിലും ശുഭകാര്യം ഭഗവാൻ പറയുന്നത് അറിഞ്ഞോ അറിയാതെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് ഭഗവാൻ എത്തിക്കും. അങ്ങനെയുള്ള ഗ്രഹത്തിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള സജ്ജനങ്ങളായിട്ട് സമ്പർക്കം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റൂട്ട് ക്ലിയറൻസ് ഉണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം വേദത്തി ദുർലഭതരം ലോകേ ജന്മ യതി ദൃശ്യം. അർജുന, പക്ഷെ ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠമായ മാർഗം ഉണ്ടെങ്കിലും വേണ്ടില്ല. അഥവാ ധീമത, അല്ലെങ്കിൽ ജ്ഞാനികളായിരിക്കുന്ന യോഗിനാം കുലേ ഏവ ഭവതി, യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കും, യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കും. ഈ ദൃശ്യം ജന്മയത്ത്, ഇപ്രകാരമുള്ള ജന്മം യാതൊന്നോ ഏതത് ലോകേ, അത് ലോകത്തിൽ ദുർലഭതരം ഹി, വളരെ ദുർലഭം തന്നെയാകുന്നു. അല്ലെങ്കിൽ ജ്ഞാനികളായിരിക്കുന്ന യോഗ നിഷ്ഠന്മാരുടെ കുലത്തിൽ തന്നെ അവൻ വന്ന് ജനിക്കും. ഇപ്രകാരമുള്ള ജന്മം മുമ്പ് പറഞ്ഞതിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ദുർലഭമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന രോഗാദി കാരണങ്ങളാൽ യോഗഭ്രഷ്ടനായവൻ്റെ കാര്യമാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും യോഗം വന്നിട്ട്, ഇല്ലേ രോഗങ്ങൾ വന്നിട്ടും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാം. നമ്മളിപ്പം ശ്രദ്ധയോടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഇതിനിടയ്ക്ക് ശരീരം വീണു പോകേണ്ട ജീർണത അവസ്ഥ എപ്പോൾ ഉണ്ടാകുന്നോ, ചിലപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശരീരം കൊണ്ട് പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ ഗതിയിലും ചിലപ്പോൾ യോഗഭ്രഷ്ടനാകും. പിന്നെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഒന്നും ലക്ഷ്യത്തിലെത്താനും സാധിച്ചില്ലെങ്കിൽ അപ്പോൾ അതുപോലുള്ള യോഗ നിഷ്ഠന്മാരുടെ കുലത്തിൽ വന്ന് ജനിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ജന്മങ്ങൾ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് ഭഗവാൻ. കാരണം എന്താ, ഈ ബന്ധനത്തിൽപ്പെട്ടാലേ നമ്മൾ പൃഷ്ഠനാക്കപ്പെട്ട്, ഏതെങ്കിലും ബന്ധനത്തിൽപ്പെട്ടിട്ടാണെങ്കിലും പൃഷ്ഠനാകപ്പെടുന്നത്. പൃഷ്ഠനാക്കപ്പെട്ട് ബന്ധനത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധനം തന്നെ പാരും. അതാണ് ചിലപ്പം അനേക ജന്മങ്ങൾ പിന്നെയും നമ്മൾ ഈ ചുറ്റിത്തിരിയേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. ഇപ്പം എനിക്ക് 5 ജന്മം നഷ്ടമായി. ഈ ജന്മത്തിൽ തന്നെ 42 വയസ്സ് വരെ ഇതൊന്നുമില്ല സാധാരണഗതിയില്ല. അതൊക്കെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പം 5 ജന്മങ്ങൾ യോഗഭ്രഷ്ടനായി പോകേണ്ടി വന്നു എന്നർത്ഥം. പിന്നെ ഇതിപ്പം 6ാമത്തെ ജന്മത്തിലാണ് തിരിച്ചുവരവ് നടന്നിരിക്കുന്നത്. അത് അങ്ങനെ തിരിച്ചുവരവ് വളരെ അപൂർവമാണെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. കാരണം ഇപ്രകാരമുള്ള ജന്മം മുമ്പ് പറഞ്ഞതിനെ അപേക്ഷിച്ച് വളരെ ദുർലഭമാണ്. മുമ്പ് പറഞ്ഞതിനെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അതിന് മുമ്പിലത്തെ ശ്ലോകമാണ്. അതായത് പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്ത ശാശ്വതി സമാ ശുചീനാം ശ്രീമതാമകെ യോഗഭ്രഷ്ടോ വിചായത്തെ. നമ്മൾ അറിയാതെയാണ് യോഗഭ്രഷ്ടനാക്കപ്പെടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സജ്ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് അതുപോലുള്ള ഗ്രഹത്തിൽ യോഗമാർഗത്തിൽ പ്രവേശിക്കത്തക്കവണ്ണമുള്ള ഗ്രഹത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ജനിക്കും. പിന്നെ അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള യോഗനിഷ്ഠന്മാരുടെ കുലത്തിൽ തന്നെ വന്ന് ജനിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള ജന്മം വളരെ മുമ്പ് പറഞ്ഞതിനെ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതാണ്. ഈ രോഗാദി കാരണങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത് അപൂർവമായിട്ടാണ് സംഭവിക്കുക എന്ന് പറയുന്നത്. മാരാരോഗമൊക്കെ വന്നിട്ട് യോഗി മരിക്കുക എന്ന് പറയുന്നത് അവിടെയും യോഗഭ്രഷ്ടനാവും. കാരണം ശരീരം കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥയിൽ. അങ്ങനെയുള്ളവരും തിരിച്ചു വരുന്ന പറയുന്നത്. കാരണം നമ്മൾ ആത്മബോധത്തോടു കൂടി ശരീരം ത്യജിക്കുമ്പോഴാണ് ശരിക്കും തിരിച്ചു വരേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. യോഗ കാരണങ്ങളെ കൊണ്ട് യോഗി ആയിരുന്നാലും ശരീരത്തിന് മാരാരോഗമൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജപതപാദികളൊന്നും ചെയ്യാൻ പറ്റാത്ത, ശരീരമൊന്നും പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അത് യോഗഭ്രഷ്ടനാകുക എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാറ്റഗറിയിൽ പെടുക. നമ്മൾ ആത്മബോധത്തോടു കൂടി ശരീരം രോഗമൊന്നും ഇല്ലാതെ തന്നെ, പ്രാരാബ്ധമൊന്നും ഇല്ലാതെ തന്നെ സ്വയം ആത്മസമർപ്പണം നടത്തണം എന്നർത്ഥം. അത് നടക്കാതെ വന്നാലാണ് ഈ യോഗഭ്രഷ്ടാവസ്ഥ ഉണ്ടാകും. അത് രോഗകാരണങ്ങളെ കൊണ്ടാകാം, ഇല്ലേ മറ്റെന്തെങ്കിലും ഭൗതിക കർമ്മങ്ങളിൽ വ്യാപരിച്ച ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതാകാം. പല കാരണങ്ങളും വരാം. സംഘദോഷം കൊണ്ടും സമ്പർക്കദോഷം കൊണ്ടും ഒക്കെ സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ളവർ വീണ്ടും തിരിച്ച് അതുപോലുള്ള ഗ്രഹത്തിൽ വന്നിട്ട് ഈ കർമ്മബന്ധനം എന്തൊക്കെയാണോ അതിൻ്റെ സുഖമാണെങ്കിൽ സുഖം അനുഭവിക്കണം, ദുഃഖമാണെങ്കിൽ ദുഃഖം അനുഭവിക്കണം. അത് തിരിച്ച് അനുഭവിച്ച അത് ശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ഉയരും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ജന്മങ്ങൾ വളരെ ചുരുക്കമാണ്. അതായത് എന്നെപ്പോലെയുള്ളവർ ഈ ഇൻ ബിറ്റ്വീൻ, ഇപ്പം മഹാത്മാക്കളുടെ അനേക ചരിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇൻ ബിറ്റ്വീൻ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ യോഗത്തോടു കൂടി ജനിക്കാം, അത് മറ്റാർക്കും യാതൊരു, ഇപ്പം ശങ്കരാചാര്യൊക്കെ പൂർവ്വജന്മ
ആ സുഹൃതത്തിൻ്റെ ഫലമാണ് ജനിച്ചപ്പോൾ തന്നെ 8 വയസ്സിനകം തന്നെ 5 വയസ്സിൽ തന്നെ ജ്ഞാനിയായിട്ട് മാറി 8ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിക്കാനൊക്കെ സാധിച്ചത് പൂർവ്വജന്മ കണക്ഷൻ ഉള്ളതുകൊണ്ട്. അത് ഭഗവാന്റെ നിയോഗത്താൽ തന്നെ ജന്മം, ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ദക്ഷിണാമൂർത്തിയുടെ ഭാവത്തിൽ തന്നെ ജന്മം എടുത്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അത് കൃത്യമായിട്ട് ആത്മസമർപ്പണം നടത്തും. 32 വയസ്സെന്ന് പറഞ്ഞാൽ 32 വയസ്സ് പരിധി കൊടുത്തിരുന്നു. അതിനുള്ളിൽ 16 വയസ്സെന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 16 വർഷം. അങ്ങനെ ഈ യോഗസിദ്ധി കിട്ടിയാൽ 32 വർഷം മാക്സിമം. അത് വിവേകാനന്ദ സ്വാമികളായാലും നമുക്ക് യോഗ മാർഗത്തിൽ സഞ്ചരിച്ച ശ്രേഷ്ഠമായവരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇൻഡ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 30 വർഷമാണ് കാലപരിധി. പിന്നെ അത് വലിയ കുഴപ്പം കുരുത്തക്കേടൊന്നും ചെയ്യില്ലെങ്കിൽ 2 വർഷം കൂടെ ചിലപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടാം. മാക്സിമം 32 വർഷം. അതിനപ്പുറത്തേക്ക് ആരും കടന്നിട്ടില്ല എന്നോട്. അതായത് ഇൻഡ്യൂഷൻ കിട്ടി പിന്നെ ആണ് 30 വർഷം. 3 വ്യാഴവട്ടക്കാലം അല്ലെങ്കിൽ 2 വ്യാഴവട്ടക്കാലം. അതിന് 16 വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സ്റ്റൻഷനും കിട്ടിയാൽ 32 വർഷം, 2 വ്യാഴവട്ടക്കാലം. അതിനപ്പുറത്തേക്ക് സാധാരണഗതി ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജന്മങ്ങൾ വളരെ കുറവാണെന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൂർവ്വദേഹം. അങ്ങനെ ആരെങ്കിലും വന്ന് ജനിച്ചാലോ അവർക്ക് പിന്നെ തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൂർവ്വദേഹികം ഏതേജ തതോ ഭൂയ സംസിത്തു കുരുനന്ദന. ഹേ കുരുനന്ദന, ഹേ അർജുന, തത്ര പൂർവ്വദേഹികം, അതായത് പൂർവജന്മത്തിൽ പൂർവദേഹ സംബന്ധമായിരിക്കുന്ന തം ബുദ്ധി സംയോഗം ലഭതേ, ആ ബുദ്ധിയോഗത്തിനോട് ചേർച്ച ലഭിക്കും. അതായത് പൂർവജന്മത്തിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ ബുദ്ധിയോട് ഈ ജന്മത്തിൽ യോജിപ്പുണ്ടാക്കും. അതായത് അത് ചേർന്ന് ആ ആത്മബോധത്തിലായിരുന്നോ ആ ആത്മബോധത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നർത്ഥം. തദഭൂയ, അതിനുശേഷം വീണ്ടും സംസിത്തു യതതേ, സംസിദ്ധിക്കായിക്കൊണ്ട് അഗ്നിക്കും. അപ്പോൾ പൂർവജന്മ വാസനാ ബലം നശിക്കാതിരിക്കുന്നത് കൊണ്ട് അതുപോലുള്ള ഗ്രഹത്തിൽ വന്ന് ജനിച്ചിട്ട് കർമ്മബന്ധനങ്ങൾ അവസാനിച്ചാൽ ഈ പൂർവജന്മ സ്മരണയും ഇല്ലെങ്കിൽ ആ യോഗസിദ്ധിയും ഇവൻ്റെ സ്വഭാവത്തിൽ പ്രകടമാകും എന്നർത്ഥം. അങ്ങനെ ആ യോഗസിദ്ധിക്കായിക്കൊണ്ട് പ്രയത്നം ഓട്ടോമാറ്റിക്കായിട്ട് തുടരും. അല്ലയോ അർജുന, ആ പുതിയ ജന്മത്തിൽ പൂർവജന്മത്തിൽ ഉണ്ടായിരുന്ന ബ്രഹ്മജ്ഞാന വിഷയമായിരിക്കുന്ന ബുദ്ധിയോട് ചേർച്ച ലഭിക്കുകയും അനന്തരം അവൻ വീണ്ടും യോഗസിദ്ധിക്കായിട്ടുള്ള പ്രയത്നം വാസനാബലത്താൽ തുടരുകയും ചെയ്യും. അപ്പോൾ പൂർവജന്മ വാസനാബലവും കിട്ടും എന്നർത്ഥം. പിന്നെ പൂർവജന്മത്തിൽ എന്തൊക്കെ അഭ്യാസവും വൈരാഗ്യവും ഉണ്ടായിരുന്നോ അതേ സ്ഥിതിയിലേക്ക് എത്തും. പൂർവാഭ്യാസേന തേനൈവ ക്രിയദേഹ്യ വശോഭിസ ജിജ്ഞാസുരപയോഗസ്യ ശബ്ദ ബ്രഹ്മാതിവർത്തതേ. തേന പൂർവാഭ്യാസേന ഏവ, ആ മുജ്ജന്മത്തിലെ അഭ്യാസത്താൽ അവശനാണെങ്കിൽ കൂടി, ശരീരം കൊണ്ട് ചിലപ്പോൾ അവശത ഉണ്ടായാൽ പോലും സാഹ്രിയതേ, അവൻ ആ യോഗ മാർഗത്തിലേക്ക് ആകർഷിക്കപ്പെടും. യോഗസ്യ ജിജ്ഞാസു അപി, യോഗമാർഗത്തിൻ്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മ അതിവർത്തത, ആ ജിജ്ഞാസു ആയിരുന്നാൽ തന്നെ വേദോക്ത കർമ്മഫലത്തെ അതിക്രമിക്കും. മുജ്ജന്മത്തിലെ അഭ്യാസത്തിൻ്റെ വാസനാബലത്താൽ അവൻ അവശനാണെങ്കിൽ കൂടി, അതായത് ശരീരത്തിന് വേണ്ടത്ര ആയുരാരോഗ്യം ഇല്ലെങ്കിൽ പോലും യോഗമാർഗത്തിലേക്ക് ആകർഷിക്കപ്പെടും. യോഗവൃത്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവൻ പോലും വേദോക്ത കർമ്മഫലമായിരിക്കുന്ന സ്വർഗാദി സുഖവിഷയങ്ങളെ അതിക്രമിക്കും. പിന്നെ പുണ്യഫലത്തിൻ്റെ പിന്നാലെയോ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വർഗപ്രാപ്തിയോ ഒന്നും അവരുടെ ലക്ഷ്യമായിരിക്കില്ല. അവർ ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്നതിന് വാക്കുകൾക്ക് അതീതമായ അനുഭവത്തെ പ്രാപിക്കുന്നു എന്നർത്ഥമെടുക്കാം. അപ്പോൾ വാക്കുകൾ കൊണ്ടൊന്നും നമുക്കിതൊന്നും വിശദീകരിക്കാനോ പ്രമാണമാക്കാനോ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ളവർ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ജന്മങ്ങൾ ഭാരതവർഷത്തിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണം ആരാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ്.
ഈ അധ്യായത്തിൽ ഈ ഭഗവാൻ പറയുന്ന കാര്യം സാക്ഷാത്കരിച്ചതാണ്. എനിക്ക് ഈ ജന്മത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ 48 വയസ്സിന് ശേഷം പൂർവ്വജന്മസ്മരണ കിട്ടുകയും ആ വാസനാബലത്താൽ ഇത്രയൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് പൂർവ്വജന്മ സുഹൃതം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുമാണ്, യാതൊരു സംശയവുമില്ല. അപ്പം ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയതും 5 ജന്മങ്ങളും ഇതുവരെയുള്ള 42 വയസ്സ് വരെയുള്ളതും കർമ്മബന്ധനങ്ങളായിരുന്നു എന്നർത്ഥം. അത് ശുദ്ധീകരിക്കപ്പെട്ടപ്പോഴാണ് പൂർവ്വജന്മ സ്മരണ കിട്ടിയത്. അതുവരെ മറിഞ്ഞിരിക്കുകയായിരുന്നു എന്നർത്ഥം. അപ്പം ഭഗവാൻ പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും എന്നർത്ഥം. പ്രയത്നാദ്യത് മാനസ് യോഗി പക്ഷെ ഇങ്ങനെയുള്ള ജന്മങ്ങൾ അപൂർവമാണ് എന്നുകൂടി ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കണം. അത് കാരണം ഈ കർമ്മബന്ധനത്തിൽപ്പെട്ടാൽ പിന്നെ ബന്ധനം തന്നെ പാരിൽ തിരിച്ചു വരവ് വളരെ അപൂർവ. കാരണം എന്താ? പ്രയത്നാദ്യത് മാനസ് യോഗി സംശുദ്ധ കിൽബിഷൈ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാംഗതി. പ്രയത്നാത് യഥാത്മന തീവ്രമായ യത്നിക്കുന്നവനായിരിക്കുന്ന യോഗി ആകട്ടെ, അതായത് സംശുദ്ധ കിൽബിഷൈ പൂർവവാസനകളെ അകന്ന് ശുദ്ധനായിക്കൊണ്ട് അനേക ജന്മ സംസിദ്ധ അനേക ജന്മങ്ങളിൽ സിദ്ധി നേടിയവനായിട്ട് തൽപരാംഗതി പിന്നെ പരമഗതിയെ പ്രാപിക്കും. തീവ്രമായി പരിശ്രമിക്കുന്ന ധ്യാനയോഗിയാകട്ടെ പാപവാസനകളെല്ലാം അകന്ന് പരിശുദ്ധനായിക്കൊണ്ട് അനേക ജന്മങ്ങളിൽ കൈവരിച്ച സിദ്ധിയാൽ പിന്നെ പരമഗതിയെ അഥവാ മോക്ഷത്തെ അഥവാ പരമപദം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മനുഷ്യജന്മത്തിൽ സാധിക്കാത്ത കാര്യമല്ല എന്നർത്ഥം. സാധിക്കുന്ന കാര്യമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടവരുന്നത്. ഏത് ജന്മത്തിലാണോ നമ്മൾ യഥാർത്ഥ ഭക്തിയോഗ മാർഗത്തിലേക്ക് വരുന്നത്, ആ ഒരു വാസനാബലം പിന്നീട് എത്ര ജന്മം എടുത്താലും നശിക്കാതെ നിൽക്കും. പിന്നെ എപ്പോൾ നമ്മൾ വീണ്ടും യോഗ്യനായിട്ട് ഭവിക്കുന്നോ പൂർവ്വജന്മാസന വാസനാബലം തിരിച്ചിലേക്കും ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താനും സാധിക്കുന്നതാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്. തപസ്സഭ്യ, അതുകൊണ്ട് തപസ്സഭ്യോ അധികോ യോഗി ജ്ഞാനേഭ്യോ മതോ അധിക കർമ്മേഭ്യച്ച അധികോ യോഗി തസ്മാൽ ഉദ്യോഗി ഭവാർജുന. അതുകൊണ്ട് യോഗി തപസ്സഭ്യ അധിക, ജ്ഞാനയോഗി തപസ്സിനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ധ്യാനയോഗം വേണം എന്നർത്ഥം. അതാണ് കഠിനമായ തപസ് പഞ്ചാഗ്നിമഗ്നത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുന്നതിൽ ശ്രേഷ്ഠമാണ് നമ്മുടെ കർമ്മബന്ധനങ്ങൾ ഇല്ലാതെയാക്കണം. ആത്മബോധത്തിലേക്ക് എത്തുന്ന ധ്യാനയോഗം ശീലിക്കണം. കാരണം ആത്മബോധം ഉണ്ടായാലേ നമുക്ക് പൂർവ്വജന്മ സ്മരണ കിട്ടി അത് നല്ലതോ ചിത്തയായിട്ടുള്ള കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ് എന്നർത്ഥം. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ നമ്മൾ കണ്ടുകിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയത് പൃഷ്ഠനാക്കപ്പെട്ടും അത് വ്യതിചലിച്ചിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പുറത്തും ഇരുന്നു കൊണ്ട് ഈ ഒരു ധ്യാനയോഗം അഭ്യസിച്ചാൽ തീർച്ചയായിട്ടും ആ പൂർവ്വജന്മ സ്മരണ കിട്ടും. അങ്ങനെ കർമ്മബന്ധനങ്ങളെ പൂർത്തീകരിക്കാൻ ഈ ജന്മത്തിൽ തന്നെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുന്നവർക്ക് സാധിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും ഈ ജന്മത്തിൽ നിങ്ങൾ പ്രശ്നമാക്കപ്പെട്ടു ഇതൊന്നും പ്രാക്ടിക്കലി ചെയ്യാതെ ശരീരം ധരിക്കപ്പെട്ടാലും പിന്നെ അതുപോലുള്ള മാർഗത്തിൽ അതേപോലെയുള്ള കുലങ്ങളിൽ വന്ന് അതുപോലുള്ള സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കുകയും വീണ്ടും യോഗമാർഗത്തിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തപസ്സഭ്യോ അധികോ യോഗി, ധ്യാനയോഗി വെറും തപസ്സികളെക്കാളും ജ്ഞാനികളെക്കാളും കർമ്മയോഗികളെക്കാളും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, നീ യോഗിയായി ഭവിച്ചാൽ, അതായത് ധ്യാനയോഗിയായി ഭവിച്ചാൽ, വെറുതെ ഒരു യോഗിയല്ല, ധ്യാനയോഗി. കാരണം നമുക്ക് ഈ ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ട് ഈശ്വരീയ വിഷയത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അത് തന്നെ ചിന്തിക്കണം, അത് തന്നെ സദാ തദ്ഭാവഭാവിതാക. നിങ്ങൾ എന്താണോ ഭാവിക്കുന്നത് നിരന്തരം വാസനാബലം ഉണ്ടാക്കുന്നത് അത് വന്ന് ഭവിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് യോഗിനാം അഭി സർവേഷാം മദ്ഗതേന അന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേയോ മാം സമയയുക്ത തമാമത. ശ്രദ്ധാവാൻ മദ്ഗതേന, ശ്രദ്ധയോടുകൂടിവനും, അന്തരാത്മനാ യാ മാം ഭജതേ, എന്നിൽ മനസ്സുറപ്പിച്ചവനുമായ യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ സ
സർവേഷാം യോഗിനാം, അവൻ എല്ലാ യോഗികളിലും അഭിയുക്തമാ മേ മതഃ, അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം. തികഞ്ഞ വിശ്വാസത്തോടുകൂടി പരമാത്മാവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം. യോഗസാധനങ്ങളിൽ ഭക്തിക്കുള്ള പ്രാധാന്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത അധ്യായം തൊട്ട് 6 അധ്യായം, 7ാമത്തെ അധ്യായം തൊട്ട് 12ാമത്തെ അധ്യായം വരെ ഭക്തിയോഗമാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആത്മബോധത്തോടുകൂടി ഭജിച്ചാലാണ് നമുക്ക് യഥാർത്ഥ ഭക്തിയോഗവും സാധ്യമാക്കൂ. അചഞ്ചലമായ ഭക്തിയിലേക്ക് വരണമെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ യോഗം പ്രാപ്യമാക്കണം എന്നർത്ഥം. അപ്പോഴേ യഥാർത്ഥ ഭക്തിയിലൂടെയും നമുക്ക് അനന്യഭക്തിയിലൂടെയും ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും. അതിലും ഈ വൃക്ഷനാക്കപ്പെടലും വ്യതിചലിക്കലും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ കാര്യങ്ങൾ, ഈ 6ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രൊഫഷൻസിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ യാതൊരു സംശയവുമില്ല ആത്യന്തികമായിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന ഈ പടിയാറും കടത്തി വിടുകയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ ധ്യാനയോഗത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. യോഗസാധനയിൽ ഭക്തിക്കുള്ള പ്രാധാന്യം കൂടി എടുത്തു പറയുന്നു. ആ ഭക്തിയോഗം പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തി അല്ല, പ്രകക്ഷേണ ഭക്തി സാധ്യമാക്കണമെങ്കിൽ ധ്യാനയോഗം അനുഷ്ഠിക്കണം എന്നർത്ഥം. ഈ ധ്യാനയോഗം ഭഗവാൻ പറഞ്ഞ് എന്ന മാർഗത്തെ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ പൂർവജന്മ കർമ്മ ബന്ധനങ്ങളെ വരെ ശുദ്ധമാക്കാൻ സാധിക്കുള്ളൂ. അത് തീരാതെ ഒരിക്കലും ആത്മസാക്ഷാത്കാരവും സാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ അത് സാധിക്കാനുള്ള ഒരു 6ാമത്തെ കടമ്പയാണ് ഈ 6ാം അധ്യായം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ തുടങ്ങിയത് 26ാമത്തെ അല്ല 39 ശ്ലോകങ്ങൾ അല്ല 25 വരെയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 35 വരെയാണ് സംശയം തീർത്ത് നമ്മൾ 25 വരെയാണ് നോക്കിയത്. ഇന്ന് 25 തൊട്ട് 10 ശ്ലോകങ്ങൾ അത് കൂടുതൽ എടുത്തു. അതെ, 32 വരെ എടുത്തു. ഇന്ന് 33 തൊട്ട് 47 വരെയും പൂർത്തീകരിച്ചു. കാരണം ഈ ചോദ്യോത്തരങ്ങൾ ഒന്നിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഒന്നിച്ചെടുത്തത്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം. അർജുനോവാച യോയം യോഗസ്ഥയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാൽ സ്ഥിതിം സ്ഥിര ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലഭദ്രടം തസ്യാഹം നിഗ്രഹം അന്യേ വായോരിവ സുദുഷ്കരം. ശ്രീ ഭഗവാന് വാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ അസം യഥാത്മാന യോഗ ദുഷ്പ്രാപ ഇതി മേ മതി വൈശ്യാത്മന തു യതഥാ ശക്യോ വ്യാപ്തമുപായത. അർജുനോവാച അയതി ശ്രദ്ധയോപേതോ യോഗോ ചലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി കച്ചിന്നോ ഭയവിഭ്രംശ ഛിന്ന ഭ്രമമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി ഏതന്മേ സംശയം കൃഷ്ണ ചേത്തും അർഹസ്യ ശേഷത ത്വതന്യ സംശയസ്യാസ്യ ചേത്വാ ന ഉപപദ്യതേ. ഭഗവാൻ വാച പാർത്ഥനൈവേഘ നാമത്ര വിനാശസ്യ വിദ്യതേ നഹി കല്യാണകശ്ചിത് ദുർഗതിം താത ഗച്ഛതി പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഊഷിത്വാ ശ്വാസതീ സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്വി ദുർലഭതരം ലോകേ ജന്മ യദീദർശം തത്ര തം ബുദ്ധിസംയോഗം ലഭത്തെ പർവ്വദേഹികം
എതതേജ തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന പൂർവാഭ്യസേന തേനൈവ ഹ്രിയതേ ഹ്യവശോ അപി സ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. പ്രയത്നാത്യതമാനസ്സു യോഗി സംശുദ്ധ കിൽഭിക്ഷ അനേക ജന്മസംസിദ്ധ തതോ യാതി പരാം ഗതി. തപസ്സഭ്യോ അധികോ യോഗി ജ്ഞാനേഭ്യോ മതോധിക കർമ്മേഭ്യച്ചാധികോ യോഗി തസ്മാൽ ഉദ്യോഗി ഭവാർജുന. യോഗിനാം അപി സർവേഷാം മദ്ഗതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമഃ തമോമതഃ. ഓം തസ്സൽ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസങ്കചക്രം കൗമോദകിം സരസ്യം കരുണാസമുദ്രം യാദാസഹായമതിസുന്ദരമന്ദഹാസം അതാലേശമനിശം ഹൃദി ഭാവയാമി. അതാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.